हेलो सर। हेलो। 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 हेलो।
ഹലോ 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 സാർ. ഹലോ ജസ്റ്റിൻ, കേൾക്കാമോ? ഹലോ ജസ്റ്റിൻ. കേൾക്കാം സാർ. കേൾക്കാം. ഓക്കെ. ഓക്കെ, മറ്റേത് ചെയ്തു നോക്കാൻ പറ്റിയായിരുന്നോ? ഇല്ല സാർ, അത് വൈകിട്ട് ചെയ്യാനിരിക്കുക. ഇന്ന് അസൈൻമെന്റ് എഴുതുമായിരുന്നു രാവിലെ. ഏതാ അസൈൻമെന്റോ? ആ ഓക്കെ 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 ഓക്കെ, ശരി. നിങ്ങളുടെ ക്ലാസ്സിലെ വേറെ ആർക്കെങ്കിലും ഈ ട്യൂഷൻ ആവശ്യമുള്ളവരുണ്ടോ? അറിയാമോ? ചോദിച്ചു സാർ, അവര് പറഞ്ഞില്ലേ, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ? വീട്ടിലൊക്കെ ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞു. എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ ക്ലാസ്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 65. 65. ആ ഒരു ക്ലാസ് ആണോ? ഒറ്റ ക്ലാസ് ആണോ? ഒറ്റ ക്ലാസ്. ഏതാ? ബയോമെഡിക്കലിന്റെ അല്ലേ? ബയോമെഡിക്കൽ. ഓക്കെ. ഒരു ക്ലാസ്സിൽ 65 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? ഒരു ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ. ഞാൻ ഒരു PDF അയച്ചില്ലേ, അത് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യണേ. അയച്ചായിരുന്നോ? ഇല്ല സാർ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ കേറിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ.
ഡെയിലി വർക്ക് ചെയ്ത് പോണം കേട്ടോ, അല്ലെങ്കിൽ ഗ്രാഫിക്സ് എളുപ്പമാണ്, പക്ഷെ ഡെയിലി അത് വർക്ക് ചെയ്ത് പോണം. അല്ലെങ്കിൽ ഇപ്പൊ ഡെയിലി ഒരു പ്രോബ്ലം ആയാലും മതി, അത് ഒരു പ്രോബ്ലം ആണെങ്കിലും ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മറന്നു പോകും. കാണാമോ ജസ്റ്റിൻ? ഞാനിപ്പോ ഒരു കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തേക്കുന്ന ഒരു ഡോക്യുമെന്റ് കാണാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റിന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഉണ്ടോ കിട്ടിയാ നോക്കി, ഇത് ഒന്ന് നോക്കാവോ ഇപ്പം? കിട്ടി സാർ. ഓക്കെ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന, അതായത് ആർക്കെങ്കിലും കുട്ടികൾക്ക് റെഫർ ചെയ്ത് നോക്കാനായിട്ട്, ഇപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നീട് പോയി റെഫർ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഓരോ ടോപ്പിക് വൈസ് ഇത് കംപ്ലീറ്റ് വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ വെറുതെ കുറെ സാധനങ്ങൾ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് വളരെ കൃത്യമായി വളരെ അക്യുറേറ്റ് ആയിട്ട് അതായത് ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്കിതെല്ലാം ഒന്നും നമുക്ക് പഠിക്കണമെന്നില്ല. പക്ഷെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് വിടാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഓരോ മോഡ്യൂൾ വൈസ്, ഇപ്പൊ ആദ്യത്തെ മോഡ്യൂളായി കാണിച്ചേക്കുന്നത് കാണുന്നുണ്ടോ ജസ്റ്റിൻ? മോഡ്യൂൾ 1 ആ PDF ഒന്ന് ഓപ്പൺ ചെയ്യാമോ? കാണുന്നുണ്ട്. അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് മോഡ്യൂൾ 1 പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ്, അതായത് ആദ്യത്തെ മോഡ്യൂൾ. അപ്പൊ അത് തുടങ്ങുന്നത് ഇപ്പൊ ലെഫ്റ്റില് ഇപ്പൊ ഒരു കോളം കാണാം. കോളത്തിൽ ആദ്യത്തെ കോളം നമ്പർ ആണ്, 1, 2, 3 നമ്പേഴ്സ്. അടുത്ത പ്രോബ്ലം ടൈപ്പ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ്? അതായത് ഒരു പ്രോബ്ലം 1 എൻഡ് പോയിന്റ് ഇൻ HP ആൻഡ് അതർ ഇൻ VP, അതായത് ഒരു ലൈൻ തന്നിട്ട് ഒരു എൻഡ് പോയിന്റ് HP യിലും ഒരു എൻഡ് പോയിന്റ് VP യിലും, അതായത് ഒരു എൻഡ് പോയിന്റ് HP യിലും വേറൊരു എൻഡ് പോയിന്റ് VP യിലും വന്നാൽ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ലൈൻസിനകത്തില് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ഉണ്ട്, ലൈൻ റൊട്ടേഷൻ. അപ്പൊ ഏത് മെത്തേഡാണ് ഈ പ്രോബ്ലത്തിന് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് അതാണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ യൂട്യൂബ് ലിങ്ക് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിലൂടെ 1 പോയിന്റ് ഇൻ HP ആൻഡ് അതർ പോയിന്റ് ഇൻ VP എന്നുള്ള പ്രോബ്ലംസ് അതെങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 പോയിന്റ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് അതർ പോയിന്റ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, അതായത് ചിലപ്പം ചില പ്രോബ്ലംസ് തരുന്നത് ലൈനിന്റെ ഒരു പോയിന്റ് AB എന്നുള്ള ലൈൻ ആണെങ്കിൽ ഒരു പോയിന്റ് ഒരു ക്വാഡ്രന്റിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും, മറ്റേ പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, അതായത് 2 പോയിന്റ് ഡിഫറെന്റ് ക്വാഡ്രന്റ്സിലാണ്. അത് ലൈൻ റൊട്ടേഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതാണ് അതിന്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ആപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. അതായത് ഒരു റൂമുണ്ട്, റൂമിനകത്ത് ഒരു ബൾബ് ഉണ്ട്, പിന്നെ ആ റൂമിൽ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഇടുന്ന സമയത്ത് പിന്നെ ബൾബ് കത്തും. അപ്പം അതിന്റെ ഇമേജ് അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് വീഴും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ദ ബൾബ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓറിയന്റഡ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബൾബ് ആൻഡ് സ്വിച്ച്, ബൾബും സ്വിച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചോദിക്കാം. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോബ്ലം ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഈ കൊടുത്തേക്കുന്നത്. അടുത്ത 6-മത്തെയാണ് 3 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ
നോർമലി നമുക്കൊരു ലൈനിന്റെ പ്രോബ്ലം പറയുമ്പോൾ ഒരു ലൈൻ തരും, എന്നിട്ട് ഈ ലൈനിൽ മൂന്നാമതൊരു പോയിന്റ് കൂടെ തരും. അതാണ് 3 പോയിന്റ് പ്രോബ്ലം. അപ്പൊ 3 പോയിന്റ് പ്രോബ്ലം ലൈൻ റൊട്ടേഷനിലൂടെ എങ്ങനെയാണ് സോൾവ് ചെയ്തേക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോബ്ലം. ദെൻ വെർട്ടിക്കൽ ട്രേസ് ഗിവൺ പ്രോബ്ലം. അതായത് 2 ട്രേസുകളുണ്ട്, വെർട്ടിക്കൽ ട്രേസും ഉണ്ട്, ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ട്. ഈ 2 ട്രേസുകൾ തന്നാൽ എങ്ങനെയാ പ്രോബ്ലംസ് ചെയ്യുന്നത്, അത് പ്ലെയിൻ റൊട്ടേഷനിലൂടെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ലൈൻ എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് വന്നാൽ ലൈൻ റൊട്ടേഷനിലൂടെ എങ്ങനെയാ ചെയ്യുന്നത്. ദെൻ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ പോയിന്റിൽ ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും മറ്റേ പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലുമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും മറ്റേ പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ്. അപ്പൊ എങ്ങനെയാണ് ലൈൻ റൊട്ടേഷനിലൂടെ ചെയ്യുന്നത്. 11, 12, 13 ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അത് ലൈൻ റൊട്ടേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ റൊട്ടേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്, ലൈൻ റൊട്ടേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്, എക്സെട്ര. അപ്പം ഇത് ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്, ഇപ്പൊ ജസ്റ്റിനാണെങ്കിലും എന്റെ ക്ലാസ് കഴിഞ്ഞാലാണെങ്കിലും ഈ ഒരു ഒറ്റ ഡോക്യുമെന്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. വീണ്ടും തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരൊറ്റ ഡോക്യുമെന്റ് യൂസ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ, എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് ഒരു പോയിന്റ്, ലൈനിന്റെ ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലും മറ്റേ പോയിന്റ് വേറൊരു ക്വാഡ്രന്റിലും. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ലൈൻ ഒരു പ്രോബ്ലം ഫസ്റ്റ് ക്വാഡ്രന്റിൽ, മറ്റേ പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിൽ. ഓക്കെ, എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആണ്, എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആണ്, എക്സെട്ര എക്സെട്ര. ദെൻ 24 എന്ന് പറയുന്നത് മിഡ് പോയിന്റ് പ്രോബ്ലം ആണ്, മിഡ് പോയിന്റ് പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തിൽ ഒത്തിരി ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സുകൾ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്യുന്നതിലല്ല, ആ ടൈപ്പുകൾ മുഴുവൻ നമ്മൾ പഠിക്കണം. ആ ടൈപ്സ് ഫുള്ള് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതായത് മിഡ് പോയിന്റ് പ്രോബ്ലം, 3 പോയിന്റ് പ്രോബ്ലം, വെർട്ടിക്കൽ ട്രേസിന്റെ പ്രോബ്ലം, പ്ലെയിൻ റൊട്ടേഷൻ, ലൈൻ റൊട്ടേഷൻ കൺസെപ്റ്റ്. ഇത് അങ്ങനെ ഇത്രയും പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസിൽ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടോ ജസ്റ്റിൻ? ആ ഡോക്യുമെന്റ് കണ്ടു കാണുമല്ലോ, കണ്ടോ ജസ്റ്റിൻ? ഓക്കെ, 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും പഠിക്കുമ്പോൾ ഏത് ടൈപ്പാണ്, ഏത് മെത്തേഡാണ്, ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം ഇപ്പം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോളിഡ്സിന്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയാൽ 30 മുതൽ 45 വരെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പം സോളിഡ്സിനകത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കൊരു ഒബ്ജക്റ്റാണ് തരുന്നത്. ആ ഒബ്ജക്റ്റും തരും, പിന്നെ ഒരു കണ്ടീഷനാണ് തരുന്നത്. കണ്ടീഷൻ. ഓക്കെ, അതായത് ഇത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഒബ്ജക്റ്റ് കോൺ ആണ്. ഒരു കോൺ വന്നാൽ അതിന്റെ കണ്ടീഷൻ ഉണ്ട്, അതെങ്ങനെയാ വരയ്ക്കുന്നത്. ദെൻ ഹെക്സഗണൽ പിരമിഡ്, പെന്റഗണൽ പ്രിസം, വീണ്ടും കോണ്, പിന്നെ ക്യൂബ്, പെന്റഗണൽ പിരമിഡ്, സ്ക്വയർ പിരമിഡ്, പെന്റഗണൽ പ്രിസം, അഗെയിൻ സ്ക്വയർ പിരമിഡ്, പ്രിസം, സ്ക്വയർ പിരമിഡ്, പെന്റഗണൽ പിരമിഡ്, സ്ക്വയർ പിരമിഡ്. ഓക്കെ, എക്സെട്ര. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ് ആണ് കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത്. സോ സ്ക്വയർ പിരമിഡ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, സ്ക്വയർ പിരമിഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 പ്ലെയിൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. So this is the horizontal plane and this is the vertical plane and this is my XY line. Okay, so this is the horizontal plane, this is the vertical plane and this is my XY line. Okay, then ഇതില് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ചിലപ്പോൾ പറയും വി പിയിലാണ് റെസ്റ്റ്, ഒബ്ജക്റ്റ് വി പിയിലാണ് അല്ലെങ്കിൽ എച്ച് പിയിലാണ്. ഇതാണ് ആദ്യം നോക്കേണ്ടത്. എച്ച് പിയിൽ എവിടെ റെസ്റ്റ് ചെയ്യുന്നത്, എച്ച് പിയിലാണോ വി പിയിലാണോ? എച്ച് പിയിൽ. ഓരോ പ്രോബ്ലവും എച്ച് പിയിൽ. ദെൻ സസ്പെൻഡഡ് സോളിഡ് എന്നൊരു ടൈപ്പ് ഉണ്ട്. സസ്പെൻഡഡ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ച് പിയിലും അല്ല വി പിയിലും അല്ല, വായുവിലായിരിക്കുന്ന സ്പേസിലാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ 3 ടൈപ്പ് പ്രോബ്ലമേ ഉള്ളൂ. ഒന്നുകിൽ അത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സസ്പെൻഡഡ് സോളിഡ്.
ഓക്കെ, സ്പേസിലിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഈ കൊടുത്തേക്കുന്നത് VP HP എന്ന് പറയുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലം. ഇപ്പം ജസ്റ്റിന് കോൺ ആണ് വേണ്ടതെങ്കിൽ കോണിന്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാ ലിങ്കും ക്ലിക്ക് ചെയ്യേണ്ട. കോണ് VPയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് അറിയേണ്ടതെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ വീഡിയോ കിട്ടും. അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഐഡിയ കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ സസ്പെൻഡഡ് സോളിഡ് ആണ്, ജസ്റ്റിന് സസ്പെൻഡഡ് സോളിഡ് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയണം. ഓക്കെ, അതിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യണ്ട. ഓക്കെ, ക്ലിയർ ആയോ ജസ്റ്റിൻ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ പ്രൊജക്ഷൻസ് ഓഫ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പഠിപ്പിക്കുമ്പോഴും ഞാൻ ഓരോ വീഡിയോസ് റെഗുലർലി എനിക്കൊരു ചാനൽ ഉണ്ട്, യൂട്യൂബ് ചാനൽ. ആ ചാനലിനകത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിനകത്തിൽ ഇത് കൂടാതെ വേറെയും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഇത്രയും പ്രോബ്ലംസ് എന്ത് ചെയ്താൽ മതി, ഇത്രയും പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് അത് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത മോഡ്യൂൾ 3. ഓക്കെ, മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. മൊഡ്യൂൾ 3 സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക, തുറന്നു വയ്ക്കുക. മുറിക്കുന്നതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിനെ മുറിച്ചിട്ട് വരയ്ക്കുന്നതിനാണ് സെക്ഷൻ. കട്ട് ചെയ്യുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുക, തുറന്നു വയ്ക്കുക, അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതിലും ഇതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം 46 ക്വസ്റ്റ്യൻ നമ്പർ 46 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 59 വരെ. അതും പല ഒബ്ജക്റ്റുകൾ തരും. ചിലപ്പോൾ കോൺ ആയിരിക്കും, സിലിണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് ആയിരിക്കും, പെന്റഗണൽ പ്രിസം ആയിരിക്കും, ഹെക്സഗണൽ പ്രിസം ആയിരിക്കും, സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ സ്ക്വയർ പിരമിഡ് ആയിരിക്കും, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിന് പല ടൈപ്പ്, അതിന്റെ ടൈപ്പ് നോക്കണം. ചില പ്രോബ്ലത്തിൽ ട്രൂ ഷേപ്പ്, ഇതൊക്കെ എന്താ ഞാൻ പഠിപ്പിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഇതൊക്കെ എന്താന്ന് ഇപ്പം ജസ്റ്റ് അറിയണമെന്നില്ല. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരും. ഓക്കെ, അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ട്രൂ ഷേപ്പ് പരാബോള, ചില ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഒബ്ജക്റ്റിൽ ഹോള് വരുന്ന പ്രോബ്ലംസ്, ചിലപ്പോൾ സ്ക്വയർ ഹോൾ ആയിരിക്കും. ദെൻ ട്രൂ ഷേപ്പ്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ തരും. കട്ടിംഗ് പ്ലെയിൻ തന്നോണ്ട് നമുക്ക് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിയാൽ മനസ്സിലാവും കൂടുതലും തവണ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചേക്കുന്നത് കട്ടിംഗ് പ്ലെയിൻ ആംഗിൾ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്നാലും ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസും ചോദിക്കും. ഓക്കെ, ക്ലിയർ. ദെൻ അതാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് മോഡ്യൂൾ 4. ഓക്കെ, സോ മോഡ്യൂൾ 4 ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 3D ആ വരയ്ക്കേണ്ടത്. 3D നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ 3D വരയ്ക്കണം. 3D അതായത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വരുന്ന രീതിയിൽ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 60 മുതൽ 69 വരെ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് ഹെമിസ്ഫിയർ ഓവർ ഫ്രസ്റ്റം ഓഫ് എ ഹെക്സഗണൽ പിരമിഡ്. ഒരു ഫ്രസ്റ്റം ഓഫ് ഹെക്സഗണൽ പിരമിഡിന്റെ മേളിൽ ഒരു ഹെമിസ്ഫിയർ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രസ്റ്റം ഓഫ് എ കോൺ, അത് വരയ്ക്കണം. ദെൻ രണ്ട് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു ഫുട്ബോളിന്റെ മണ്ടയ്ക്ക് ഒരു ക്രിക്കറ്റ് ബോൾ ഇരിക്കുന്നതായിട്ട് ആലോചിച്ച് നോക്കിയേ, അതാണ് രണ്ട് സ്ഫിയർ. ദെൻ സ്ഫിയർ ഓവർ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്, ഒരു ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡിന്റെ മേളിൽ സ്ഫിയർ ഇരിക്കുന്നു. ദെൻ ഒരു ഹെക്സഗണൽ പ്രിസത്തിൽ സ്ക്വയർ ഹോള്, ഹെക്സഗണൽ പ്രിസത്തിൽ വീണ്ടും സ്ക്വയർ ഹോള്. ദെൻ ഹെമിസ്ഫിയർ, ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ പുറത്ത് ഹെമിസ്ഫിയർ ഇരിക്കുന്നു, ഹെക്സഗണൽ സ്ലാബിന്റെ പുറത്ത് സ്ഫിയർ ഇരിക്കുന്നു, ഫ്രസ്റ്റം ഓഫ് എ കോൺ, എക്സെട്ര. അപ്പൊ ഇതിന്റെ ഐസോമെട്രി ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്, ദെൻ ഐസോമെട്രിക് വ്യൂ എന്ന് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഡിഫറെന്റ് ഒബ്ജക്ട്സ് പഠിക്കണം. ദെൻ ഈ രണ്ട് ടൈപ്പ് പഠിക്കണം. എന്താണ്? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം അതാണ് മോഡ്യൂൾ 4. പിന്നെ വന്നിട്ട് മോഡ്യൂൾ 5. മോഡ്യൂൾ 5 രണ്ട് ടോപ്പിക് ഉണ്ട്. അതായത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഇതും എഗെയിൻ ഒരു 3D ആണ്. ഐസോമെട്രി പോലെ തന്നെ ഒരു 3D ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതും ഡിഫറെന്റ് ഒബ്ജക്ട്സ്, റെക്ടാംഗുലർ പിരമിഡ്, ക്യൂബ്, റെക്ടാംഗുലർ പ്രിസം, സ്ക്വയർ പ്രിസം, എക്സെട്ര. അതും അതിന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഒബ്ജക്ട് ഗ്രൗണ്ട് പ്ലെയിനിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലായിരിക്കും. ഓക്കെ, അതിന്റെ യൂട്യൂബ് വീഡിയോസ് കറസ്പോണ്ടിങ് എന്താണ്, ഏത് ഒബ്ജക്ട്, അതിന്റെ ടൈപ്പ് ഏതാണ്, അതിന്റെ വീഡിയോസ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും.
പിന്നെ പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി. പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് 3D തരും. 3D തന്നിട്ട് അവിടുന്ന് 2D വരയ്ക്കണം. 2D വ്യൂ വരയ്ക്കണം. 3D തരും. ഇപ്പം പല മെഷീൻ ഇത് കണ്ടോ, മെഷീൻ കോമ്പണന്റ് 1, മെഷീൻ കോമ്പണന്റ് 2, മെഷീൻ കോമ്പണന്റ് 3, മെഷീൻ കോമ്പണന്റ് 4 എക്സെട്ര. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് മെഷീൻ കോമ്പണന്റ്സ് തരും. ആ മെഷീൻ കോമ്പണന്റ്സ് തന്നിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പൊ അവിടെ FV ഇട്ടേക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്, TV ഇട്ടേക്കുന്ന ടോപ്പ് വ്യൂ. ഓക്കെ, ഇവിടെ RSV ഇട്ടേക്കുന്ന റൈറ്റ് സൈഡ് വ്യൂ ആണ്. RSV ഉണ്ട്, LSV ഉണ്ട്. RSV എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ. റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ LSV എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്. ഓക്കെ, അപ്പൊ 3Dയെ 2D ആക്കുന്നതിനെയാണ് നമ്മൾ പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അപ്പൊ ഈ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ KTUവിന്റെ അപ്പൊ അത് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഞാനാണെന്നുള്ളതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ട്രെയിനിങ്ങിന് സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതൊന്ന് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ജസ്റ്റിനോട് പറഞ്ഞത്. മനസ്സിലായി? ഈ ഡോക്യുമെന്റ് മനസ്സിലായോ ജസ്റ്റിൻ? ഹലോ, ഒന്ന് ഫോർവേഡ് ചെയ്തേക്കാമോ ഇപ്പൊ ഒന്ന് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോട്ട്? ഓക്കെ സാർ. ചെയ്തോ? ഫോർവേഡ് ചെയ്തോ? ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ ഓക്കെ, അപ്പൊ അതിനകത്തിൽ ആർക്കെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റിന് അവരോട് ഇതിനകത്തിൽ എന്റെ നമ്പർ ഉണ്ട്, ഇതാണ് എന്റെ നമ്പർ. ഇല്ലെങ്കിൽ ജസ്റ്റിന് ആരെങ്കിലും ജസ്റ്റിനോട് ചോദിക്കുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇന്നതുപോലെ എന്റെ നമ്പർ കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ. വേറെ നിങ്ങളുടെ വേറെ കോളേജസിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് അറിയാമോ, പരിചയമുണ്ടോ വേറെ കോളേജിൽ TK IT അല്ലാതെ? അറിയാമോ ജസ്റ്റിന്? വേറെ ജസ്റ്റിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വേറെ ഏതെങ്കിലും കോളേജിൽ? ഉണ്ട്. എവിടെ? ഇവിടെ തൃശ്ശൂരും പിന്നെ തിരുവല്ലയിലൊക്കെ പഠിക്കുന്നവരുണ്ട് കുറെ പേര്. തൃശ്ശൂർ ജ്യോതിയാണോ? അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണോ? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, അപ്പൊ അവർക്കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യാമോ ഇപ്പൊ? ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എത്ര പേരുണ്ട്? GECയിൽ എത്ര പേരുണ്ട്? അവിടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ജസ്റ്റിന്? എവിടാണ് സാർ? GEC തൃശ്ശൂര്. തൃശ്ശൂര് അവിടെ 2 പേരേ ഉള്ളൂ. അത് എന്റെ കൂടെ നേരത്തെ പഠിച്ചവരാ. പ്ലസ് ടുവിന് പഠിച്ചവരാണ്? പ്ലസ് ടുവിന് പഠിച്ചവര്. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, പിന്നെ GEC പിന്നെ വേറെ ഏത് കോളേജാണ്? വേറെ തിരുവല്ലയില് ഒരുത്തൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പത്തനംതിട്ടയില് പഠിക്കുന്ന 2-3 പേരുണ്ട്. ഓക്കെ, തിരുവല്ലയിൽ ഏത് കോളേജാ? തിരുവല്ലയില് സെയിന്റ് ഗിറ്റ്സോ അങ്ങനെ കണ്ട് പറയുന്ന ഒന്നും. സെയിന്റ് ഗിറ്റ്സ്. അവർക്കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യാമോ ഇപ്പൊ? ഓക്കെ, പത്തനംതിട്ടയിൽ ഏതാണ് കോളേജ്? പത്തനംതിട്ടയിൽ ഏതാ? മൗണ്ട് സിയോൺ ആണോ അതോ മുസ്ലിയാരാണോ? മൗണ്ട് സിയോണിലും ഉണ്ട്, മുസ്ലിയാറിൽ പഠിക്കുന്നവരും ഉണ്ട്. ഓക്കെ, അവിടെ ഒന്ന് ഫോർവേഡ് ചെയ്യാമോ ഇപ്പൊ? മൗണ്ട് സിയോണിലും മുസ്ലിയാറിലും കൂടെ. ഓക്കെ.
ഓക്കെ, ചെയ്തോ? ചെയ്തു സാർ. ഓക്കെ. ഈ മൗണ്ട് സിയോണില് എത്ര പേരാ ഉള്ളത് ജസ്റ്റിന്? 2 പേരോ? മൗണ്ട് സിയോണി ഒരുത്തനുണ്ട്, പിന്നെ അദ്ദേഹത്തിന് അയച്ചോ? 2-3 പേരുണ്ട്. അദ്ദേഹത്തിന് അയച്ചോ? അയച്ചു. മുസ്ലിയാരോ? എത്ര പേരോ? 3 പേരോ? 3 പേര്. ഓക്കെ, അവർക്കും അയച്ചോ? അവർക്കും അയച്ചോ? മുസ്ലിയാർ അയച്ചോ? അയച്ചിട്ടുണ്ട്. ഓക്കെ. സെയിന്റ് ഗീറ്റ്സിൽ എത്ര പേരാ ഉള്ളത്? 2 പേരോ? അവിടെ ഒരാളെ ഉള്ളൂ. ഒരാള്. ഓക്കെ. അവന്റെ പരീക്ഷ കഴിഞ്ഞെന്നാ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. എക്സാം ഒക്കെ കഴിഞ്ഞു. ഗ്രാഫിക്സിന്റെ പരീക്ഷ കഴിഞ്ഞോ? അവന്റെ എല്ലാം കഴിഞ്ഞു അവന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ. വേറെ ആരും ഇല്ലല്ലോ ജസ്റ്റിനെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഇവിടെ നാട്ടിലോ തമിഴ്നാട്ടിലോ പുറത്തോ? അറിയാമോ വേറെ? തമിഴ്നാട്ടിൽ പുറത്ത് കുറെ പേരുണ്ട്. കേരളത്തിൽ പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരുണ്ട്. എന്റെ കൂടെ 10 പഠിച്ചവരൊക്കെ ഉണ്ട് കുറെ പേര്. അവർക്ക് അവരുടെ വാട്സാപ്പ് നമ്പർ ഒക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അവർക്കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കാവോ? ഇപ്പൊ ഒന്ന് കൊടുക്കാവോ? കൊടുത്തേക്ക്. ഓക്കെ. അവരിവിടെ CET-ലാണോ പഠിക്കുന്നത്? CET ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് ഏത് കോളേജാ? CET ആണോ അതോ രാജധാനിയോ? ഒരാള് രാജധാനിയിലാന്ന് തോന്നുന്നു. ഒരാള്. ഓക്കെ, രാജധാനി. പിന്നെ ഉള്ളവരാരാ? CET ആണോ? അതുപോലെ തമിഴ്നാട്ടിലുണ്ടോ? തമിഴ്നാട് ഫ്രണ്ട്സ് പുറത്ത്? തമിഴ്നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഔട്ട്സൈഡ് കേരള ഉണ്ടോ? ഔട്ട്സൈഡ് കേരള ഉണ്ട്. ഉണ്ട്. അത് എത്ര പേരുണ്ട്? അത് ഒരു 5-6 പേര് കാണും. ഓക്കെ ഓക്കെ. അത് അവരേത് യൂണിവേഴ്സിറ്റിയാണ്? വിശ്വേശ്വരയ്യാണോ? VTU ആണോ? അറിയാമോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാറേ. അത് പുറത്തായോണ്ട് കൃത്യമായിട്ട് അറിയത്തില്ല. അല്ല, ബാംഗ്ലൂർ ഏത് അറിയാം? തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ. അണ്ണാ യൂണിവേഴ്സിറ്റി. ബാംഗ്ലൂര് വിശ്വേശ്വരയ്യ നമ്മുടെ കേരളത്തിലെ KTU എന്ന് പറയുന്ന പോലെ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ, അവിടുത്തെ ബാംഗ്ലൂര് കർണാടകത്തിലെ വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ്. വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പൊ അവർക്കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാമോ? ഇപ്പൊ ഒന്ന് കൊടുത്തേക്കാമോ? ഓക്കെ, ഒന്ന് കൊടുത്തേക്ക് പെട്ടെന്ന്. ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. സെൻഡ് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ ഓക്കെ. അത് ഈ ഔട്ട്സൈഡ് കേരള ഒരു എത്ര പേരുണ്ട്? ഒരു 10 പേരുണ്ടോ അതോ 5 പേരേ ഉള്ളോ? എത്ര പേരാണ്?
ഞാനിപ്പോ 5 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വേറെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ എല്ലാവർക്കും. ആ ഓക്കെ ശരി. ഓക്കെ, അപ്പം നമ്മള് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ ഈ ഡോക്യുമെന്റ് ജസ്റ്റ് സൂക്ഷിച്ചു വെച്ചോണം. അതായത് ഇപ്പൊ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് കഴിഞ്ഞാലും എപ്പോഴും പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആണ് അവർ തരുന്നത്. ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആയിരിക്കും. ഡിഫറെന്റ് ഒബ്ജക്ട്സ് അത് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് കോൺ ആകാം, പിരമിഡ് ഹെക്സഗണൽ പിരമിഡ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിസം ആകാം, പ്രിസത്തിൽ തന്നെ പെന്റഗണൽ പ്രിസം ആകാം, അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം ആകാം. ഓക്കെ, ചിലപ്പോൾ കോൺ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യൂബ് ആയിരിക്കും ചോദിക്കുന്നത്. പിരമിഡിൽ തന്നെ ചിലപ്പോൾ സ്ക്വയർ പിരമിഡ് ആയിരിക്കും. പ്രിസത്തിൽ ചിലപ്പോൾ പെന്റഗണൽ പ്രിസം ആയിരിക്കും. വേരിയസ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പേ വരത്തുള്ളൂ. അതായത് ഒബ്ജക്റ്റ് ഒന്നുകിൽ വി പിയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എച്ച് പിയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ എച്ച് പി, ഇതാണ് നമ്മുടെ വി പി. ദിസ് ഈസ് മൈ എക്സ് വൈ ലൈൻ. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഒന്നുകിൽ എച്ച് പിയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോണ, പിരമിഡ് ഇതൊക്കെ ഒന്നുകിൽ എച്ച് പിയിലായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും? അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വി പിയിലായിരിക്കും. ഇതാ ഇവിടെ ഒബ്ജക്റ്റ് ഇൻ വി പിയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് വരുന്ന ഇത് രണ്ടുമല്ല, എച്ച് പിയിലും അല്ല വി പിയിലും അല്ല. ഇതാ ഇങ്ങനെ സ്പേസിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു സിലിണ്ടർ. ഈ സിലിണ്ടർ കണ്ടോ? ജസ്റ്റിന് ഇത് കണ്ടോ? ഇത് എച്ച് പിയിലാണോ വി പിയിലാണോ ഈ സിലിണ്ടർ ഇരിക്കുന്നത്? ജസ്റ്റിൻ പറയാമോ? അല്ല, ഈ സിലിണ്ടർ ഇത് എച്ച് പിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ വി പിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് സസ്പെൻഡഡ് എയറിലിരിക്കുക. കറക്റ്റ് അത് തന്നെ, എയറിലിരിക്കുകയാണ്. കറക്റ്റ്. അതായത് എയറിലിരിക്കുന്ന പ്രോബ്ലം ആണ് ഇത് സസ്പെൻഡഡ് സോളിഡ്. മനസ്സിലായോ ജസ്റ്റിൻ? ഓക്കെ, അങ്ങനെ മൂന്ന് ടൈപ്പാണ് പ്രോബ്ലംസ് വരുന്നത്. അതായത് ഒന്നുകിൽ ഒബ്ജക്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സിലിണ്ടർ എച്ച് പിയിലായിരിക്കുന്നത്. അതേസമയം ഈ സിലിണ്ടർ നോക്കിയേ, ഈ സിലിണ്ടർ ഇവിടെ വി പിയില. കണ്ടോ? അതായത് 1 എന്ന് പറയുന്ന സിലിണ്ടർ എവിടെ നോക്കിയേ? എച്ച് പിയിലാണോ വി പിയിലാണോ? 1 എച്ച് പിയിലാണ്. 2 എന്ന് പറയുന്ന സിലിണ്ടറോ? വി പിയില്. 3 എന്ന് പറയുന്ന സിലിണ്ടറോ? സസ്പെൻഡഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ടൈപ്പാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ എച്ച് പിയിലായിരിക്കും, ഒന്നുകിൽ വി പിയിലായിരിക്കും, അല്ലെങ്കിൽ സസ്പെൻഡഡ് സോളിഡ് ആയിരിക്കും. ഓക്കെ, ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഇല്ല. അപ്പൊ ഈ 3 ടൈപ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പൊ എനിക്ക് ക്യൂബ് ആണ് വേണ്ടതെങ്കിൽ ക്യൂബിന്റെ വീഡിയോ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല ഹെക്സഗണൽ പിരമിഡ് ആണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ജസ്റ്റിൻ? ടൈപ്പുകൾ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടതെന്നുള്ളത് കിട്ടിയോ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ഗ്രാഫിക്സിന്റെ സിലബസ് ഉണ്ടോ കയ്യില്? ഉണ്ടോ ജസ്റ്റിൻ? ഇപ്പൊ കയ്യിലുണ്ടോ? അത് തപ്പണം. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ കാണാമോ നോക്കിയേ? എന്റെ ഗ്രാഫിക്സിന്റെ സിലബസ് കാണാമോ നോക്കിയേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മള് ജസ്റ്റിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും അത്
മെക്കാനിക്സ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും അതിന്റെ സിലബസ് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചേക്കുക, ഒന്നുകിൽ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചേക്കുക, പ്രിന്റ് എടുത്തൊരു ഫയൽ ആക്കി വെച്ചേക്കുക. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിലോ ഫോണിലോ എല്ലാം വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കും, നമുക്ക് എപ്പോഴും കാണാനായിട്ട്. എന്നിട്ട് എപ്പോഴും നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി സബ്ജക്ട് എന്നല്ല പറയുന്നത്, നമ്മൾ കോഴ്സ് എന്നാ പറയുന്നത്. കോഴ്സ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും അതിന് ഒരു ഔട്ട്കം ഉണ്ട്. അതായത് നമുക്ക് ഞാൻ ജസ്റ്റിനെ ഗ്രാഫിക്സ് പഠിപ്പിക്കുന്നു. ഞാൻ ജസ്റ്റിനെ ഗ്രാഫിക്സ് പഠിപ്പിച്ച് തീർന്നു കഴിയുമ്പോൾ ജസ്റ്റിന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്റെ പഠനം കൊണ്ട് ജസ്റ്റിന് ഇപ്പം വെറുതെ ഞാനൊരു ട്യൂഷൻ എടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല. ഞാനിപ്പോ ഒരു സബ്ജക്ട് ട്യൂഷൻ എടുത്താൽ ഞാൻ വെറുതെ ഒരു ട്യൂഷൻ ഫീസിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളല്ല ഞാൻ. അതായത് കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജസ്റ്റിനെ ഗ്രാഫിക്സ് പഠിപ്പിക്കുന്നു. ആ പഠിപ്പിച്ച് കഴിയുമ്പോൾ ജസ്റ്റിന് ഇത്രയും സാധനങ്ങൾ ഇവിടെ CO1 തൊട്ട് CO6 എന്ന് വരെ എഴുതിയിട്ടുണ്ട്. CO6. ഓക്കെ, അതായത് കോഴ്സ് ഔട്ട്കം 1, കോഴ്സ് ഔട്ട്കം 2, കോഴ്സ് ഔട്ട്കം 3, 4, 5. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റിന് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ടീച്ചിങ് എന്ന് പറയുന്നത് ഫെയില്യൂർ ആണ്, അട്ടർ ഫെയില്യൂർ ആണ്. അതായത് ഞാൻ ജസ്റ്റിനെ ഗ്രാഫിക്സ് പഠിപ്പിച്ചിട്ട് ഈ ഔട്ട്കംസ് CO1 തൊട്ട് CO6 വരെ ജസ്റ്റിന് കിട്ടിയില്ലെങ്കിൽ, ജസ്റ്റിന് മനസ്സിലായില്ലെങ്കിൽ, അത് ഞാൻ അവസാനം ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നുണ്ട്, അന്നേരം മനസ്സിലാവും. ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഒന്നുകിൽ എന്റെ ടീച്ചിങ്ങിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ജസ്റ്റിൻ പഠിക്കുന്നതിന്റെ പ്രോബ്ലം, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആ പ്രോബ്ലം നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ ഒന്നാമത്തെ ഔട്ട്കം ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CO2 ആണ്. ഇപ്പം ജസ്റ്റിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഔട്ട്കം 2 ആണ്. എന്താണ്? പ്രിപ്പയർ മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ഒബ്ജക്ട്സ് ബൈ വിഷ്വലൈസിങ് ദം ഇൻ ഡിഫറെന്റ് പൊസിഷൻസ്. അതായത് നമ്മൾ കുറെ സോളിഡ്സിന്റെ കാര്യം പറഞ്ഞു, ക്യൂബ്, പ്രിസം, പിരമിഡ്. ഓക്കെ, പല തരത്തിലുള്ള ഒബ്ജക്ട്സുകളെ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം, മനസ്സിൽ കാണണം, വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്തിട്ട് അതിന്റെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ്. മൾട്ടി വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യൂ. മൾട്ടി വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന സാധനം, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ടോപ്പ് വ്യൂ വരയ്ക്കണം. സൈഡ് വ്യൂ നമ്മൾ ആയിട്ടില്ല, ഇപ്പൊ സൈഡ് വ്യൂ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. സൈഡ് വ്യൂ നമ്മൾ CO5 വരുമ്പോഴാണ് പഠിക്കുന്നത്. CO5 വരുമ്പോൾ നമ്മൾ സൈഡ് വ്യൂ പഠിക്കും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ പ്രിപ്പയർ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ജസ്റ്റിന് ഈ ഒരു ഔട്ട്കം കിട്ടണം, CO2. അതായത് ഏതൊരു ഒബ്ജക്റ്റ് കിട്ടിയാലും, അതായത് കോൺ ആയിക്കോട്ടെ, സിലിണ്ടർ ആയിക്കോട്ടെ, വേരിയസ് ഒബ്ജക്ട്സ്, ആ ഒബ്ജക്ട്സിന്റെ മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ജസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. സിമിലർലി CO1 എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ് ആണ്. അത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ജസ്റ്റിന് പോയിന്റ്സ്, ലൈൻസ് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കണം. CO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷണൽ വ്യൂസ് ആണ്. അതായത് ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ടുള്ള വ്യൂസ് വരയ്ക്കണം. അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യണം. CO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D വ്യൂ ആണ്. 3D വ്യൂ വരയ്ക്കാൻ പറ്റണം. CO5 എന്ന് പറഞ്ഞാൽ 3D തരും, 3Dയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 2D ആക്കണം. ആൻഡ് ഫൈനലി CO6 എന്ന് പറഞ്ഞാൽ CAD മനസ്സിലാക്കണം. CAD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കണം. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പെൻസിൽ കൊണ്ട്, പേന കൊണ്ടൊക്കെയാണ്, അല്ല പെൻസിൽ, റബ്ബർ ഒക്കെ യൂസ്, അതായത് ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനെ നമ്മൾ മാനുവൽ ഡ്രോയിങ് എന്ന് പറയുന്നത്, മാനുവൽ ഡ്രോയിങ്. ദെൻ CO6 എന്ന് പറഞ്ഞാൽ എന്താണ്? CO6 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളിപ്പോ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. അതേപോലെ സോളിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ 3D മോഡൽ. എന്തുവാ? ഇപ്പൊ ഒരു സിലിണ്ടർ, അല്ലെങ്കിൽ
ഒരു കോണ്, അങ്ങനെയൊക്കെയുള്ള 3D ഒബ്ജക്ട്സ്, 3D സോളിഡ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പം ഇതിപ്പം കോളേജിലാണെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഔട്ട്കം എന്തായിരിക്കും, അതിന്റെ ഔട്ട്കം. ഓക്കെ, നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സിന്റെ ഔട്ട്കം ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മെക്കാനിക്സ് ആണെങ്കിലും ഇത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് സ്റ്റുഡൻസിന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ ഞാനിത് പറഞ്ഞു തരുന്ന ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കാനാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ജസ്റ്റ് ഇപ്പൊ അറിയേണ്ട കാര്യമൊന്നുമില്ല. മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മാപ്പിംഗ് അതായത് നമ്മൾ ഓരോ കോഴ്സിനും ഒരു ഔട്ട്കം ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഔട്ട്കം ആണ് CO1 CO2 തൊട്ട് CO6 വരെ ഔട്ട്കം. ഓക്കെ, അതിനെ നമ്മൾ പ്രോഗ്രാം ഔട്ട്കം വെച്ചും, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റിൻ പഠിക്കുന്ന ബ്രാഞ്ച് ഏതായിരുന്നു? ബയോമെഡിക്കൽ. ഏതായിരുന്നു കോഴ്സ്? ഏതായിരുന്നു? ബയോമെഡിക്കൽ അല്ലെ? ബയോമെഡിക്കൽ. ഓക്കെ, സോ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഓരോ പ്രോഗ്രാമിനും ഔട്ട്കം ഉണ്ട്, പ്രോഗ്രാം ഔട്ട്കം. അതിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, പ്രോഗ്രാം ഔട്ട്കം. അപ്പൊ നമ്മൾ ഈ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഔട്ട്കം ആയിട്ട് മാപ്പ് ചെയ്യണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇപ്പം തൽക്കാലം അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ജസ്റ്റിന് ഫ്രീ ആവുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഇതിലൂടെ ഒന്ന് സഞ്ചരിക്കണം കേട്ടോ ജസ്റ്റിൻ. കേട്ടോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കേട്ടോ ജസ്റ്റിൻ? ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഇത് നമ്മുടെ അസസ്മെന്റ് പാറ്റേൺ ആണ്. അത് ഇപ്പൊ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു, പരീക്ഷ എഴുതി പോകുന്നു. പക്ഷെ അങ്ങനൊന്നുമല്ല. ബ്ലൂംസ് കാറ്റഗറി അനുസരിച്ചിട്ടാണ് അസസ്മെന്റ് പാറ്റേൺ. അതായത് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്, ക്രിയേറ്റ്. അത് ബ്ലൂംസ് കാറ്റഗറി ഉണ്ട്. അപ്പൊ ബ്ലൂംസ് കാറ്റഗറി അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അസസ്മെന്റ്സ് ഒക്കെ വരുന്നത്. അസസ്മെന്റ്സ് അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് 1 ഉണ്ടാവും, ടെസ്റ്റ് 2 ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഒരു ഫൈനൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് അറിയാമോ? ഗ്രാഫിക്സിന്റെ എങ്ങനെയാണെന്നുള്ളത് അറിയാമോ? അത് ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക്. അത് ഫൈനൽ. അതായത് ഈ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമല്ലോ അല്ലെ? എന്റെ സ്ക്രീൻ കാണാമോ? കാണാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാം. ഓക്കെ, അതില് ഈ ESC എന്ന് എഴുതിയേക്കുന്ന എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. ഈ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ആണ് ഇപ്പൊ ജസ്റ്റിൻ പറഞ്ഞത്. എത്ര മണിക്കൂറാണ് എക്സാം? 3 മണിക്കൂർ. 3 മണിക്കൂർ, കറക്റ്റ്. എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും? മൊത്തം 10 ക്വസ്റ്റ്യൻ ചോദിക്കും. മൊത്തം 10 ക്വസ്റ്റ്യൻസ്. അതിൽ എത്ര എണ്ണം എഴുതണം? 5 ഇൻറ്റു എത്ര മാർക്ക് ഒരു ക്വസ്റ്റ്യന്? 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. കറക്റ്റ്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? ESC ഡ്യൂറേഷൻ 3 hours, ESC മാർക്സ് 100. കറക്റ്റ് ആണ്. ഇനി അതിന്റെ ഇപ്പുറത്തൊരു CIE എന്ന് കൊടുത്തേക്കുന്നത് കണ്ടോ ജസ്റ്റിൻ? CIE കണ്ടോ? അതെന്തുവാ? CIE എന്തുവാ? അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഇന്റേണൽ ഇവാലുവേഷൻ. കറക്റ്റ്, അത് തന്നെ. സി എന്തുവാ? കണ്ടിന്യൂസ്. കണ്ടിന്യൂസ്. അത് തന്നെ, കണ്ടിന്യൂസ്. അതായത് തുടർച്ചയായിട്ടുള്ള ഇന്റേണൽ ഇവാലുവേഷൻ. ഈ മാർക്ക് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ഇതെവിടുന്നാ? കോളേജ്. ഇതാണ് നമ്മളെ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. കോളേജിൽ നിന്നാണ് കിട്ടുന്നത്. കോളേജ്. ഓക്കെ, അത് എത്ര മാർക്കുണ്ട്? 50. ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ ജസ്റ്റിന്? ഈ 50 മാർക്കിന്റെ അത് എക്സാമിന്റെ ഉണ്ട്, ഇന്റേണൽ എക്സാമിന്റെ. അതായത് അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് കണ്ടോ? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേൺ. കണ്ടോ താഴെ? കാണുന്നുണ്ടോ? ഓക്കെ, അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് എന്താന്ന് നോക്കി.
ആദ്യം കൊടുത്തേക്കുന്നത് എന്താണ്? കാണുന്നുണ്ടോ ജസ്റ്റ്? അറ്റൻഡൻസ്. എത്ര മാർക്കുണ്ട്? 10. 10 മാർക്ക്. അപ്പൊ ക്ലാസ്സിൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. ഓൺലൈൻ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ 50-ൽ എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. അപ്പൊ നമ്മള് വെറുതെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിലൊന്നും ആബ്സെന്റ് ആകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ബാക്കി 40 മാർക്കുണ്ട്. അപ്പൊ 40 മാർക്കില് നമുക്ക് 40 മാർക്ക്, ഇതൊന്നും ഞാൻ ഈ പറയുന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ നല്ലതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് വെറുതെ നിങ്ങൾക്ക് കിട്ടുന്ന, വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. എല്ലാ ക്ലാസ്സിലും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ വെറുതെ 10 മാർക്ക്. വെറുതെ നമ്മൾ എന്തിനാണ് 10 മാർക്കിൽ നമ്മൾ വെറുതെ കളയുന്നത്? കറക്റ്റ് ക്ലാസ്സിൽ കയറി ക്ലാസ് അറ്റൻഡൻസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഞാൻ ജസ്റ്റിന് ഒരു അവയർനെസ് തരുവാണ് കേട്ടോ. ഇത് ജസ്റ്റിന് അറിയാമായിരുന്നോ? നേരത്തെ ഇങ്ങനെയാണെന്നൊക്കെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ഓക്കെ, ശരി. ഈ ബാക്കി, അതായത് ഇപ്പൊ ഞാൻ 10 മാർക്ക്, അതായത് ബാക്കി 40 മാർക്ക് എങ്ങനെയാണെന്നറിയോ? 40 മാർക്ക് പറയാമോ എങ്ങനെയാണ്? അത് സീരീസ് മാർക്ക് ഉണ്ട്, സീരീസ് ടെസ്റ്റിന്റെ. അതായത് എങ്ങനെയാണെന്നറിയാം, അതായത് 2 സെക്ഷൻ ഉണ്ട് നമുക്ക് ഈ ഗ്രാഫിക്സിൽ. ഞാൻ നേരത്തെ CO കോഴ്സ് ഔട്ട്കം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ട്. ഇതില് സെക്ഷൻ എ എന്ന് പറയുമ്പോൾ അത് മാനുവൽ ആണ്. മാനുവൽ ഡ്രോയിങ് ആണ്. സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ CAD ആണ്. CAD. അപ്പൊ മാനുവൽ ഡ്രോയിങ്ങിൽ നമുക്കുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ 25 മാർക്കുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? സെക്ഷൻ എ ക്യാരീസ് 25 മാർക്സ്. ദെൻ സെക്ഷൻ ബിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൻ ബിയില് ഇതാ ഇവിടെ നോക്കിയാൽ കാണാം. സെക്ഷൻ ബിയില് എത്ര മാർക്കാണെന്നറിയാം? 15 മാർക്ക്. ഓക്കെ, അപ്പൊ എത്രയായി? ടോട്ടൽ എത്രയായി? 25, 5, 30, 10, 40. പിന്നെ അറ്റൻഡൻസിന് 10, 50. അതായത് അറ്റൻഡൻസിന് 10. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 50 മാർക്ക്. ഇതിൽ ഈ അറ്റൻഡൻസ് 10 മാർക്ക് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന മാർക്കാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് കയറിയാൽ മതി. ഇനി ഈ സെക്ഷൻ എയില് വീണ്ടും 2 സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. അതാണ് ജസ്റ്റിൻ പറഞ്ഞ എക്സാം, ടെസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് വർക്ക് ഉണ്ടോ? അസൈൻമെന്റ് ക്ലാസ്സിൽ ഗ്രാഫിക്സിന് തരുമോ? തരും. ഓക്കെ, അതായത് ടെസ്റ്റിന് 15 മാർക്കാണ്, ക്ലാസ് വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കുന്നതിന് 10 മാർക്കാണ്. ഓക്കെ, അതായത് ക്ലാസ് വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കുന്നതിന് 10 മാർക്കാണ്, ടെസ്റ്റിന് 15 മാർക്ക്. അപ്പൊ അറ്റൻഡൻസിന് 10 മാർക്കുണ്ട്. ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ ഇപ്പൊ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഞാനുമായിട്ടോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം 10 10 20 മാർക്കായി. പിന്നെ സെക്ഷൻ ബിയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയും ടെസ്റ്റിന് 10 മാർക്കാണ്. ദെൻ ക്ലാസ് വർക്കിന് എത്രയാണെന്ന് പറയാം? 5 മാർക്കാണ്. 5. അപ്പം 5. അപ്പൊ നമുക്ക് 25 മാർക്ക് എന്ത് ചെയ്യാം? 25 മാർക്ക് വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യാം? അതായത് എക്സാം എന്ന് പറയുന്ന എപ്പോഴും, ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം. നമുക്ക് ചിലപ്പം ആ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ ക്ലാസ് ടെസ്റ്റിന് ചിലപ്പോൾ നമുക്ക് ഹൈ മാർക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് ലോ മാർക്ക് കിട്ടും, ചിലപ്പോൾ മീഡിയം മാർക്ക് കിട്ടും. സോ ഇത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏത്? അറ്റൻഡൻസ്, ക്ലാസ് വർക്ക് 1, ക്ലാസ് വർക്ക് 2. ഇപ്പൊ ടോട്ടൽ എത്രയും? 25, 50%. ഓക്കെ, ബാക്കി 25% മാത്രം, ബാക്കി 50% മാത്രം എക്സാമിൽ സീരീസ് ടെസ്റ്റ് 1, സീരീസ് ടെസ്റ്റ് 2, മോഡൽ എക്സാം ഉണ്ടെങ്കിൽ അവിടുന്ന് സ്കോർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ ജസ്റ്റ്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്തോണം. ഓക്കെ.
ഇപ്പൊ ഈ സിലബസ് ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് സിലബസ്, അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് പോയി നോക്കണം. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് കണ്ടല്ലോ 20 ഏറ്റവും അവസാനം 10 ക്വസ്റ്റ്യൻ ചോദിക്കും. യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതാണ് പറഞ്ഞേക്കുന്നത് 10 ക്വസ്റ്റ്യൻ. അതില് കണ്ടല്ലോ 20 × 5 100 മാർക്ക്, 20 × 5 100 മാർക്സ്. പിന്നെ ജസ്റ്റിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പേപ്പർ നോക്കുക. ഇപ്പൊ ജസ്റ്റിൻ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് വരയ്ക്കുന്നു. ഇപ്പം ഇതിന് പേപ്പർ നോക്കുന്ന ടീച്ചർ, ഇപ്പം പേപ്പർ നോക്കുന്നത് എവിടെയെങ്കിലും, ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ല പേപ്പർ നോക്കുന്നത്, എവിടെയെങ്കിലും ഇരിക്കുന്ന അധ്യാപകരെ പേപ്പർ നോക്കും. ഇപ്പൊ നമ്മൾ ഈ 3ഉം 4ഉം എന്ന് പറയുന്നത് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സിന്റെ വാല്യുവേഷൻ ആണ്. പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് എങ്ങനെയാണ് പേപ്പർ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, കാണുന്നുണ്ടോ ജസ്റ്റിൻ? മൈക്ക് ഒന്ന് ഓൺ ചെയ്യാം. ജസ്റ്റിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാം. കാണുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് പ്ലാനും എലിവേഷനും വരച്ചു കഴിഞ്ഞാല് 4 മാർക്ക് കിട്ടും, ആദ്യത്തേത്. പിന്നെ ഇൻക്ലിനേഷൻ, അതായത് രണ്ട് ഇൻക്ലിനേഷൻ തരും ചിലപ്പോൾ. 30, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 30 ഡിഗ്രി ടു HP, അല്ലെങ്കിൽ 45 ഡിഗ്രി ടു VP. HP-യുടെയും VP-യുടെയും ഇൻക്ലിനേഷൻ തരും. ആദ്യത്തെ ഇൻക്ലിനേഷൻ വരച്ചു വെച്ചാൽ 4 മാർക്ക്. ഇപ്പൊ ജസ്റ്റിന് ആദ്യത്തെ ഇൻക്ലിനേഷൻ മാത്രമേ വരച്ചുള്ളൂ. ഇപ്പൊ ജസ്റ്റിന് എത്ര മാർക്കേ കിട്ടത്തുള്ളൂ? 20-ൽ 8 മാർക്കേ കിട്ടത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ജസ്റ്റിൻ? അപ്പൊ ഇത് വർക്ക് ചെയ്യുമ്പം ഇത് വീട്ടിലിരുന്ന് വരയ്ക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ, കേട്ടോ? ഓക്കെ, അടുത്ത ഇൻക്ലിനേഷൻ, രണ്ടാമത്തെ ഇൻക്ലിനേഷനും കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടും, കണ്ടോ? അപ്പൊ എത്രയായി? അതായത് ആദ്യത്തെ ഇനിഷ്യൽ വരച്ച 4 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ഇൻക്ലിനേഷൻ വരച്ച അവിടെ നിർത്തുവാണെങ്കിൽ 8 മാർക്കേ കിട്ടത്തുള്ളൂ. അടുത്തോട് വരച്ചാൽ 8 മാർക്ക്, അപ്പൊ ടോട്ടൽ 16 മാർക്കായി. പിന്നെ ഇൻവിസിബിൾ എഡ്ജസ്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വിസിബിൾ എഡ്ജസും ഉണ്ട്, ഇൻവിസിബിൾ എഡ്ജസും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന എഡ്ജും ഉണ്ട്, കാണാൻ പറ്റാത്ത എഡ്ജസും ഉണ്ട്. അപ്പൊ ഇൻവിസിബിൾ എഡ്ജ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 2 മാർക്ക് അവിടെ പോകും. അതോടെ അതോടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. പിന്നെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്, ഹൈറ്റ്, ഓക്കെ, ആംഗിൾ, അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് 1 മാർക്കാണ്. പിന്നെ നീറ്റ്നെസ്, വൃത്തി ഉണ്ടായിരിക്കണം. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് വരച്ചു, വൃത്തിയില്ല, നീറ്റ്നെസ് ഇല്ല, 1 മാർക്ക് പോകും. അങ്ങനെ 5 പ്രോബ്ലമായി. 5 പ്രോബ്ലം ആയപ്പോഴത്തേക്ക് എത്ര എന്ന് ആലോചിച്ച് നോക്കിയേ. നീറ്റ്നെസ്, വൃത്തി ഇല്ലെങ്കിൽ ടോട്ടൽ എത്ര മാർക്ക് പോകും? 5 മാർക്ക് അവിടെ നഷ്ടമാകും. നമ്മൾ വെറുതെ ആലോചിച്ചു, നമ്മുടെ മാർക്ക് പോകുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അതല്ല, ഡയമെൻഷൻ ചെയ്തിട്ടില്ല, അതിന്റെ ലെങ്തും ആംഗിളും സൈഡും ഒന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പൊ 2 മാർക്ക് വെച്ചാ പോകുന്നത്. അപ്പൊ എത്രയായി? 10 മാർക്ക് വെച്ച് പോകും. 10 മാർക്ക് വെച്ച് പോകും. മനസ്സിലായോ? അതായത് വെറുതെ ഡയമെൻഷനും നീറ്റ്നെസ്സും മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് നഷ്ടമാവും. 10 മാർക്സ് അവിടെ പോകും. അപ്പം ഇപ്പൊ ഞാൻ ഹോംവർക്ക് ഒക്കെ വരയ്ക്കാൻ പറയുമ്പോൾ ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം വരയ്ക്കാൻ. ഈ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ ജസ്റ്റിനെ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ വരയ്ക്കുമ്പോ ഒരു നമ്മളൊരു എക്സാമിന് വരയ്ക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ദെൻ ഞാനിപ്പോ പറഞ്ഞായിരുന്നു നമ്മുടെ സിലബസിൽ 2 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് സെക്ഷൻ എ. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ മാനുവൽ ആണ്, മാനുവൽ ഡ്രോയിങ്. നമ്മൾ കൈകൊണ്ടാണ് വരയ്ക്കുന്നതല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമും ഇത് മാത്രം സെക്ഷൻ എ മാത്രമേ ഉള്ളൂ. സെക്ഷൻ എ. സെക്ഷൻ ബി നമുക്കില്ല, പക്ഷെ ബി നമുക്ക് പഠിക്കണം. നമുക്ക് ഇന്റേണൽ കാര്യങ്ങൾക്ക് വേണ്ടി ബി പഠിക്കണം. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദിസ് ഈസ് സെക്ഷൻ ബി. ഓക്കെ, ദിസ് ഈസ് സെക്ഷൻ ബി. ഇതെന്താണ്? ഇത് CAD ആണ്. CAD കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുക. അതാണ് സെക്ഷൻ ബി. സെക്ഷൻ ബി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല. പിന്നെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ജസ്റ്റിന്റെ കയ്യിൽ പഠിക്കാനായിട്ട് ഗ്രാഫിക്സിന്റെ? ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ റെഫർ ചെയ്യുന്നത് എങ്ങനെ? ഇതിന് മാത്രം, ബാക്കി സബ്ജക്റ്റിനുണ്ടോ അതോ ഇതിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്? ഇല്ല, വേറെ ഒന്നിനും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാ പഠിക്കുന്നത്?
ഞാനാണെങ്കിൽ യൂട്യൂബിൽ നോക്കും, പിന്നെ അല്ലാതെ പഴയ ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓക്കെ. പക്ഷെ നമുക്കൊന്ന് പ്രീവിയസ് ഇയർ അല്ല, ക്വസ്റ്റ്യൻ, പക്ഷെ അതും അങ്ങനെ. നമുക്ക് വായിക്കണമെങ്കിലോ? അല്ല, അത് എന്തുവാ, ഇത് ഇവര് അയച്ചു തരും ആരാ? കോളേജിൽ നിന്ന്, അല്ലാതെ ചെറിയ ഇപ്പൊ ഒരു മോഡ്യൂളിന്റെ ടീച്ചർ. ഓക്കെ. അല്ല അത് അയച്ചു തന്നോട്ടെ. നിങ്ങൾക്ക് പേഴ്സണൽ, നിങ്ങൾക്ക് തന്നെ ഇരുന്ന് വായിച്ചു നോക്കണ്ടേ? നിങ്ങൾക്ക് ജസ്റ്റ് ടീച്ചർ ജസ്റ്റ് ഇങ്ങനെ ചെറിയ സ്പൂൺ ഫീഡിങ് പോലെ തരും, അതല്ല നിങ്ങൾക്ക് വായിച്ചു നോക്കാനായിട്ട്. ഇല്ല, അത് വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, അത് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക്. അല്ലെങ്കിൽ എനിക്കൊന്ന് ഓക്കെ. ഓൺലൈനായിട്ട് കിട്ടുമോ PDF? ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ഓൺലൈനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ND ഭട്ട് ഉണ്ട്, KC ജോൺ ഉണ്ട്, അല്ലെങ്കിൽ ഈ റെഫറൻസ് ബുക്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല. അനിൽകുമാർ, അഗർവാള്, ബെഞ്ചമിൻ, ഡഫ്, കുൽക്കർണി, ലുസാഡ്, PA വർഗീസ്, വേണുഗോപാല്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക്, ഗ്രാഫിക്സിന്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലതായിരിക്കും. ഓക്കെ. ഇത് പിന്നെ ഹാർഡ് കോപ്പി വേണമെന്നില്ല, ഇതിന്റെ PDF ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളാം. പക്ഷെ മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഗ്രാഫിക്സിന്റെ ഒരു ഓവറോൾ ഒരു കണ്ടന്റ്. അപ്പൊ അത് ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് കയറാം. ഓക്കെ, ഇന്നിപ്പോ ഞാൻ സസ്പെൻഡഡ് സോളിഡ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച പ്രോബ്ലംസ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നതായിരുന്നേ, ഓർമ്മയുണ്ടായിരുന്നോ? ഓക്കെ, അത് വരച്ചു നോക്കണം. വരച്ചു നോക്കിയില്ലെങ്കിൽ അതെല്ലാം മറന്നുപോകും, ഒന്നും പിടികിട്ടത്തില്ല പിന്നെ. ഓക്കെ, കാണുന്നുണ്ടോ പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ്? ഞാൻ പുതിയത് ഷെയർ ചെയ്തേക്കുന്നു. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പഠിപ്പിച്ച പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നൊന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന്, ഇത് പഠിപ്പിച്ചായിരുന്നല്ലോ, ഒന്നാമത്തെ സ്ക്വയർ പിരമിഡ്. ഒന്ന് പഠിപ്പിച്ച്. 45 ഡിഗ്രി ഞാൻ ലെഫ്റ്റിലോട്ടാണ് ടിൽറ്റ് ചെയ്തത്. ഓക്കെ. പിന്നെ ഇതല്ലേ ജസ്റ്റിന് കിട്ടിയില്ലെന്ന് പറഞ്ഞത്, പെന്റഗണൽ പിരമിഡ്. ഇത് പിന്നെ വരയ്ക്കാൻ പറ്റിയായിരുന്നോ? ഇത് പിന്നെ വരയ്ക്കാൻ പറ്റിയായിരുന്നു. ഓക്കെ, ശരി. പിന്നെ ഇത് ചെയ്യിച്ചായിരുന്നല്ലോ, ഇത് ചെയ്യിച്ചായിരുന്നു. സ്ക്വയർ പിരമിഡ് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. ഓക്കെ. പിന്നെ ഇത് ചെയ്യിച്ചായിരുന്നല്ലോ, പെന്റഗണൽ പ്രിസം. ആറാമത്തെ ചെയ്യിപ്പിച്ച. ഓക്കെ. പിന്നെ ഇത് ചെയ്യിച്ചായിരുന്നോ, 7? ഓക്കെ. പിന്നെ 8? 8ഉം ചെയ്യിപ്പിച്ചായിരുന്നു. ഓക്കെ. $15? ചെയ്യിപ്പിച്ചായിരുന്നു. ഓക്കെ. പിന്നെ 16? ചെയ്യിപ്പിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും ലാസ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും ജസ്റ്റ് ചെയ്യാനുണ്ട്, പെൻഡിങ് ആണ്. പെൻഡിങ്ങിൽ ഇട്ടേക്കരുത്, പെൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ, മനസ്സിലായോ? ഇന്ന് രാത്രി തന്നെ അയച്ചേക്കാം. ഇന്ന് രാത്രി തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ. ബിക്കോസ് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ കണ്ടന്റുകൾ കൂടിക്കൂടി വരും. കണ്ടന്റുകൾ കൂടിക്കൂടി വരുമ്പോൾ പഴയ സാധനങ്ങൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഭയങ്കര ഒരു ഹെവി ലോഡായിട്ട് മാറും. ഓക്കെ. ഓക്കെ. അടുത്തത് നോട്ട് ചെയ്തോ. അടുത്തത്, അപ്പൊ ഞാനിപ്പോ ഇതുവരെ പറഞ്ഞ ഒന്നാമത്തെ ടൈപ്പ് ആയിരുന്നു ഒരു ടൈപ്പ്. ആദ്യം പറഞ്ഞ ടൈപ്പ് ഒബ്ജക്റ്റ് റെസ്റ്റ് ഇൻ HP ആണ് കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞത്. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് പറയാൻ പോകുന്നത്.
സസ്പെൻഡഡ് സോളിഡ്. സസ്പെൻഡഡ് സോളിഡ്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ആണ് സസ്പെൻഡഡ് സോളിഡ്. ഓക്കെ, സസ്പെൻഡഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റ് എച്ച് പിയിലും അല്ല വി പിയിലും അല്ല. അതായത് ഒബ്ജക്റ്റ് ഇതാണ് നമ്മുടെ. Okay, so this is my HP and this is my VP and this is my XY line. Okay, അതായത് ഒബ്ജക്റ്റ് ഇവിടെ എച്ച് പിയിലും അല്ല, ഒബ്ജക്റ്റ് വി പിയിലും അല്ല, പകരം എവിടെയാണ്? എയറിലാണ്, വായുവിലാണ്, എയറിലാണ്. നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ പോലെ എയറിലാണ്, സ്പേസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് വെറുതെ ഇങ്ങനെ സ്പേസിൽ കിടക്കുവോ? കിടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സ്ട്രിങ് വെച്ചിട്ട് ഇതിനെ ഒന്ന് കെട്ടിയിടണം, അല്ലെ? നമ്മളൊരു സ്ട്രിങ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിടണം. കെട്ടിയിട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, വെറുതെ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ സ്പേസിൽ ഇങ്ങനെ നിൽക്കത്തില്ല. അപ്പൊ സ്പേസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പേസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രിങ് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ കെട്ടിയിടണം. ഓക്കെ, അപ്പം അങ്ങനെ ആ ടൈപ്പ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സസ്പെൻഡഡ് സോളിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സസ്പെൻഡഡ് സോളിഡ്. അപ്പൊ അത് എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഒബ്ജക്റ്റ്, ഇവിടെ സസ്പെൻഡഡ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡ്. ക്വസ്റ്റ്യൻ പറയും ഈസ് സസ്പെൻഡഡ്. കണ്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ പറയും. കണ്ടോ, സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടേക്കാണ്. ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ്. കണ്ടോ, ഒരു സ്ട്രിങ് വെച്ചിട്ട്, ഒരു കയറ് വെച്ചിട്ട് തൂക്കിയിട്ടേക്കാണ്. ഓക്കെ, ഈ പിക്ചർ ആണ്, അതാണ് ഈ പിക്ചർ. ഈ പിക്ചർ ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ്, ദിസ് ഈസ് ദ സസ്പെൻഡഡ് പൊസിഷൻ. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, സസ്പെൻഡഡ് പൊസിഷൻ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഒബ്ജക്ട് സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ സ്ട്രിങ് കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു, സോ ദിസ് ഈസ് ദ സ്ട്രിങ്. ഈ സ്ട്രിങ് വെച്ചിട്ട് ഒബ്ജക്റ്റിനെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാം. ഓക്കെ, സ്ട്രിങ് ഫ്രം വൺ ഓഫ് ഇറ്റ്സ് കോർണർ, ബേസ് കോർണർ. അതായത് ഇതിന്റെ കോർണർ ആണ് ഇത്. കണ്ടോ, ആ പിരമിഡിന്റെ കോർണർ ആണ് ഇത്. കണ്ടോ, ഈ കോർണറിൽ, ദിസ് ഈസ് ദ കോർണർ. കോർണറിൽ ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? കോർണറിൽ ഇതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ, സസ്പെൻഡഡ് സോളിഡിന്റെ കേസിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? നമ്മൾ എച്ച് പിയിൽ അങ്ങ് വെക്കണം. കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ ആദ്യം എച്ച് പിയിൽ വെക്കണം. എച്ച് പിയിൽ വെച്ചിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മേളിൽ നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ എന്തായിരിക്കും കിട്ടുന്നത്? ടോപ്പ് വ്യൂ ഒരു സ്ക്വയർ ആ കിട്ടുന്നത്, സ്ക്വയർ. ഓക്കെ, അപ്പൊ ആ സ്ക്വയർ വരച്ചു. കണ്ടോ, അപ്പൊ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഷേപ്പില്, അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഈ ലെഫ്റ്റില് കോർണർ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. എപ്പോഴും ശ്രദ്ധിച്ചോണം, സസ്പെൻഡഡ് സോളിഡിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്. അപ്പൊ ഒന്നുകിൽ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ എവിടെങ്കിലും ഒരിടത്ത് മതി, എവിടെങ്കിലും ഒരിടത്ത്. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഈ കോർണറിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കോർണർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ അല്ലാതെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്ക്വയറിനെ ഇങ്ങനെയും വരയ്ക്കാം. കണ്ടോ, സ്ക്വയറിനെ ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ സസ്പെൻഡഡിന്റെ കേസിൽ ഇങ്ങനെ വരയ്ക്കരുത്. ഒന്നുകിൽ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ നമ്മൾ കോർണർ വരുന്ന രീതിയിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. അപ്പൊ അത് വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇനി പറയൂ. ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ കോർണറിന് പകരം എഡ്ജാ തന്നിരുന്നെങ്കിൽ നമ്മൾ സാധാരണ നേരത്തെ വരയ്ക്കുന്ന പോലെ വരച്ചാൽ മതി. അല്ല, നമ്മൾ സസ്പെൻഡഡിന്റെ കേസിൽ എപ്പോഴും നമ്മൾ കോർണറിൽ തൂക്കിയിടുന്നു എന്നേ പറയത്തുള്ളൂ. എഡ്ജില് നമുക്ക് എഡ്ജില് കയറ് വെച്ച് കെട്ടിയിടാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, എഡ്ജില്. മനസ്സിലായി? എപ്പോഴും ഈ സസ്പെൻഡഡിന്റെ കേസിൽ എപ്പോഴും കോർണർ എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വരയ്ക്കുമ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെങ്കിലും ഒരിടത്ത് കോർണർ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഇത് ഇങ്ങനെ വരയ്ക്കരുത്. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഇപ്പുറത്ത് വരച്ചേക്കുന്ന കണ്ടോ, ഈ ഇൻഡു മാർക്ക് ഇട്ടേക്കുന്ന കണ്ടോ ലെഫ്റ്റില്, ഇങ്ങനെ വരയ്ക്കരുത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ മാത്രമേ വരയ്ക്കാവുള്ളൂ സസ്പെൻഡഡിന്റെ കേസിൽ, കേട്ടോ? ഓക്കെ,
ഓക്കെ ശരി. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. അതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും നമ്മൾ കാണുന്ന ഒരു ട്രയാങ്കിൾ കാണുന്നത്. ട്രയാങ്കിൾ അതായത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലേ കാണുന്നത്. ഈ ട്രയാങ്കിളാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഈ ട്രയാങ്കിൾ വരച്ചു. ദിസ് ഈസ് മൈ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? 60 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് 60 ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? സാറേ ആ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന അതെങ്ങനെയാണെന്ന് പറയാമോ? ഏതാ? ഈ സ്ക്വയർ വരച്ചതാണോ? ഈ സ്ക്വയർ അടിയിലത്തെ? ഓക്കെ, അത് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ XY ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക താഴോട്ട്. എന്നിട്ട് ആ പോയിന്റ് ഇവിടുന്ന് 45 ഡിഗ്രി എടുക്കുക. ഇവിടുന്ന് ഈ ആംഗിൾ 45 ഡിഗ്രി, 45 ഡിഗ്രി. ദെൻ ഈ ആംഗിൾ 45 ഡിഗ്രി. എന്നിട്ട് ആ സ്ക്വയർ അതിന്റെ സൈഡ് തന്നിട്ടുണ്ടല്ലോ, സ്ക്വയറിന്റെ സൈഡ് സൈഡ് എത്രയാണ്? 30 ആണ്. അപ്പൊ 30 വെച്ചിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. 30 30 30 30. മനസ്സിലായോ? റഫായിട്ട് ബുക്കിലോട്ടൊന്ന് വരച്ചു. ശരിക്കും വേണ്ട, റഫായിട്ടൊന്ന് വരയ്ക്കാവോ? വെറുതെ പേനായും കൊണ്ട് ചുമ്മാ ഒന്ന് വരച്ചാൽ മതി. വരയ്ക്കാവോ ഇപ്പം? അല്ലെങ്കിൽ പിന്നെ ഓർക്കത്തില്ല. റഫായിട്ട്, അതായത് ഞാനിപ്പോ ഇവിടെ ലെഫ്റ്റിൽ വരച്ചേക്കുന്ന പോലെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്നിട്ട് ഇവിടുന്ന് മേളിലോട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. പിരമിഡ് ആണ്. പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ കിട്ടി. ഹൈറ്റ് 60. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ ശരി. ഇനി നമ്മൾ സസ്പെൻഡഡ്, ഇതാണ് നമ്മുടെ സസ്പെൻഡഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ സസ്പെൻഡഡ് പൊസിഷൻ ആണ്. അപ്പൊ ഇത് വരയ്ക്കാൻ പോവാണ് ഞാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒബ്ജക്റ്റിനെ ഈ A' എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഞാൻ ഇതിനെ പിടിക്കണം. ഞാൻ ഇതിനെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വലത്തോട്ട് മറിയാൻ തുടങ്ങും. ശരിയാണോ? കറക്റ്റ് ആണോ ജസ്റ്റിനെ? A' എന്നുള്ള പോയിന്റിൽ പിടിക്കുമ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഞാൻ C' പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ C' പിടിക്കുമ്പോ അത് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ മറിയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് C' പിടിക്കുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട്. A' പിടിക്കും റൈറ്റിലോട്ട് മറിയാനുള്ള. അപ്പൊ ഞാൻ A' ഇപ്പൊ ഇതിനെ ടിൽറ്റ് ചെയ്യിക്കാൻ പോകുന്നത്. ടിൽറ്റ് ചെയ്യിക്കാനുള്ള, സസ്പെൻഡ് ചെയ്യിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ A' ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കുകയാണ്. ഇങ്ങനെ പൊക്കി 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 ഇങ്ങനെ ഈ പൊസിഷനിൽ വന്നു നിന്നു. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ദിസ് ഈസ് മൈ A'. ഈ പോയിന്റിലാണ് ഞാൻ ഇതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, സ്ട്രിങ് വെച്ച് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സസ്പെൻഡഡ് പൊസിഷൻ എന്ന് പറയുന്നത്. സസ്പെൻഡഡ് പൊസിഷൻ. അപ്പൊ ഇത് ഇനി എങ്ങനെ വരയ്ക്കുമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇതിനെ വലത്തോട്ട് ചരിക്കുമ്പോൾ നമുക്കൊരു ആംഗിൾ തരും. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി ടു HP എന്ന് പറഞ്ഞ് തരും, അല്ലെങ്കിൽ 50 ഡിഗ്രി ടു HP എന്ന് പറഞ്ഞ് തരും. ഓക്കെ, പക്ഷെ ഇതിന്റെ കേസിൽ, സസ്പെൻഡഡിന്റെ കേസിൽ നമുക്ക് ഈ ആംഗിൾ കാണാതെ ഓർത്തിരിക്കണം. ഏതാണെന്നറിയാമോ? ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയും. ഈ പോയിന്റിനെ നമ്മൾ ഏത് പോയിന്റിലാണോ ഇതിനെ തൂക്കിയിടുന്നത്, അതായത് ഇപ്പൊ A' ഈ പോയിന്റിനെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ആ പോയിന്റിലാണ് തൂക്കിയിടുന്നത്. ആൻഡ് ഇവിടെ ഒരു G' എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സോളിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോളിഡിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ ആയിരിക്കും ഇതിന്റെ എൻറ്റയർ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഏതൊക്കെ പോയിന്റ് ആണ്? പോയിന്റ് ഓഫ് സസ്പെൻഷനും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചാൽ
നമ്മൾ ഇതിനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ആ ലൈൻ എച്ച് പിയുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യും? 90 ഡിഗ്രി മേക്ക് ചെയ്യും. അതാണ് കണ്ടീഷൻ. പറഞ്ഞ മനസ്സിലായോ? കണ്ടീഷൻ മനസ്സിലായോ ജസ്റ്റിൻ? ഓക്കെ. അപ്പൊ നമ്മൾ സസ്പെൻഡഡ് സോളിഡ് സസ്പെൻഡഡ് പൊസിഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? The line connecting between the point of suspension and the center of gravity, that line makes an angle of 90 degree with the horizontal plane. അതായത് എച്ച് പിക്ക് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ടു എച്ച് പി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആംഗിൾ ടു എച്ച് പി. റൈറ്റ് ആംഗിൾ ടു എച്ച് പി എന്ന് പറയും. റൈറ്റ് ആംഗിൾ ടു എച്ച് പി. ഓക്കെ. അപ്പൊ നമുക്കിനി ഇത് കണ്ടുപിടിക്കണം. ഏതാണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എവിടാന്നറിയാം? ഈ ജി ഡാഷ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ ലൈനിലായിരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ഇതിന്റെ സെന്റർ ലൈനിലായിരിക്കും. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് h/4 ഡിസ്റ്റൻസ്. ഇതാണ് ബേസ്. ഈ അടി കാണുന്നതാണ് ബേസ്. ഇതാണ് ബേസ്. ബേസിൽ നിന്ന് എച്ച് എത്രയാണ്? 60/4. 60/4 എടുക്കുക. ഇതിൽ പോയിന്റ് മാർക്ക്. അതാണ് ജി ഡാഷ് എന്നുള്ള പോയിന്റ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കുന്നത് നോക്കുക. ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം, എവിടെങ്കിലും ഇഷ്ടമുള്ളിടത്ത്. എന്നിട്ട് അവിടുന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. ഈ ആംഗിൾ 90 ഡിഗ്രി. എന്നിട്ട് ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ചുമന്ന കളറിൽ ഈ ലെങ്ത്, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യണം. എക്സ് ഇത്ര പറഞ്ഞ പിടി കിട്ടിയോ ജസ്റ്റിൻ? എക്സ് മാർക്ക് ചെയ്തത് ഒന്നുകൂടെ പറയാമോ? അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ഡാഷ് മാർക്ക് ചെയ്തത് മനസ്സിലായോ? 60/4 മനസ്സിലായോ? എവിടാ മനസ്സിലാകാത്തതെന്ന് പറയാമോ? അവിടെ ഞാൻ പറയാം. അല്ല, അത് മൊത്തം ഒന്നുകൂടെ പറയാമോ? സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ. ഓക്കെ പറയാം. ഓക്കെ, ഞാനൊന്ന് സൂം ചെയ്യട്ടെ. കുറച്ചുകൂടെ സൂം ചെയ്യാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലെ? സൂം ചെയ്തപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഇതാണ് നമ്മുടെ സസ്പെൻഡഡ് പൊസിഷൻ. തൂക്കിയിട്ടേക്കുന്ന പൊസിഷൻ ഇതാണ് സസ്പെൻഡഡ് പൊസിഷൻ. ഈ സസ്പെൻഡഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ 90 ഡിഗ്രിയാണ്. ഏത് ആംഗിൾ ആണ്? ലൈൻ കണക്ടിങ് ഏതൊക്കെ പോയിന്റുകളാണ്? ലൈൻ കണക്ടിങ് ഈ എ ഡാഷ് ഈ പോയിന്റിലാണ് നമ്മൾ തൂക്കിയിടുന്നത്. ഇതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ആൻഡ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, COG, സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അത് നമ്മൾ എച്ച് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ടു എച്ച് പി ആയിരിക്കണം. 90 ഡിഗ്രി ടു എച്ച് പി. അതായത് ദ ലൈൻ കണക്ടിങ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫിഗറിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം, മാർക്ക് ചെയ്യണം. സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ നിന്ന്, ഈ അടിയിലത്തെ ഇതിനെയാണ് ബേസ്. ഇതാണ് ബേസ്. ഈ വരച്ചേക്കുന്നതാണ് ബേസ്. നമ്മുടെ ഈ പിരമിഡിന്റെ ബേസ്. ദിസ് ഈസ് ദ ബേസ്. ഈ ബേസിൽ നിന്ന് മുകളിലോട്ട് നടുക്ക് ആക്സിസ് ലൈനിൽ എത്ര ഡിസ്റ്റൻസ് എടുക്കണം? 60/4. 60/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് എത്രയാണോ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 4 ആണ്. ഇപ്പൊ ഇവിടെ ഹൈറ്റ് 60 ആയതുകൊണ്ടാണ് 60/4. ഇവിടെ ഹൈറ്റ് 70 ആയിരുന്നെങ്കിൽ എത്ര വന്നേനെ? 70/4. ഇത് ഹൈറ്റ് 100 ആയിരുന്നെങ്കിൽ 100/4. മനസ്സിലായോ ജസ്റ്റിൻ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി എന്നിട്ട് നമ്മൾ ഈ ജി ഡാഷിനെയും നമ്മൾ ഏത് പോയിന്റിലാണോ, അതായത് നമ്മുടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് എ ഡാഷ് എന്നുള്ളതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഓക്കെ. ആൻഡ് ദിസ് ജി ഡാഷ് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഈ രണ്ടിനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് XY ലൈനിൽ നിന്ന്
XY ലൈനിൽ നിന്ന് ഒരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിൽ ഈ എക്സ് മാർക്ക് ചെയ്യാം. ജി ഡാഷും എ ഡാഷും. ഇത്ര മനസ്സിലായോ? ഇത്രയും ചെയ്തത്. അതായത് ഈ മഞ്ഞ കളറിലുള്ള ലൈൻ വരച്ചു വെക്കുക. ഇത്രയും ചെയ്ത് മനസ്സിലായോ? ഇവിടുന്ന് എക്സ് എടുത്ത് ഈ മഞ്ഞ കളർ വരയ്ക്കുക. ഇത്രയും ക്ലിയർ ആയോ? ജസ്റ്റിൻ, അതൊന്നുകൂടെ പറയാമോ? അതായത് ഈ XY ലൈനിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കുക മേളിലോട്ട്, വെറുതെ മേളിലോട്ട്. എന്നിട്ട് ആ ലൈനിൽ ഈ ഇവിടെ നിന്നുള്ള എക്സ് കണ്ടോ, ഈ ആദ്യത്തെ ഫിഗറിൽ നിന്നുള്ള എക്സ് സ്കെയിലിൽ മെഷർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ മഞ്ഞ കളർ വരച്ചേക്കുന്നുണ്ടോ? മഞ്ഞ അത് എക്സ് ആണ്. ഇതേ സെയിം എക്സ് ആണ്, അതിവിടെ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് ഈ ഫിഗറിനെ എന്ത് ചെയ്യണം? ഈ ഫിഗറിനെ നമ്മൾ റീഡ്രോ ചെയ്യണം. അപ്പൊ റീഡ്രോ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 പോയിന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ കയ്യിൽ എ ഡാഷും ഉണ്ട്, ജി ഡാഷും ഉണ്ട്. അപ്പൊ നമുക്കിനി സി ഡാഷ് വേണം. സി ഡാഷ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ എ ഡാഷ് സി ഡാഷ് എന്നുള്ള ഈ ഡിസ്റ്റൻസ്, അപ്പൊ ഞാനിത് വേറൊരു കളറിൽ ഇത് ഇവിടം തൊട്ട് ഇവിടെ എ ഡാഷ് സി ഡാഷ് എടുത്തിട്ട് എ ഡാഷ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് വരച്ചത് മനസ്സിലായോ ജസ്റ്റിൻ? മനസ്സിലായി. ഇനി അടുത്തത് ഈ ജി ഡാഷ് ഉണ്ടല്ലോ, ഈ ജി ഡാഷ് സി ഡാഷ് എടുക്കുക. ജി ഡാഷ് സി ഡാഷ് എന്നിട്ട് ജി ഡാഷ് വെച്ചിട്ട് ഈ ആർക്കിനെ അങ്ങ് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ടുകൂടെ കൂട്ടിമുട്ടുമ്പോൾ ഏത് പോയിന്റ് ആയി? സി ഡാഷ് ആയി. സി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എ ഡാഷും സി ഡാഷും കൂടെ ജോയിൻ ചെയ്യണം. ഇത്ര ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? സാറേ ഒന്നുകൂടെ പറയാമോ? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എ ഡാഷും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള 2 പോയിന്റ് ഏതാണ്? എ ഡാഷും ജി ഡാഷും കിട്ടി നമുക്ക്. ഇനി നമുക്ക് സി ഡാഷും വേണം. ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. ഓക്കെ. അതായത് നമുക്ക് വേണ്ടത് സി ഡാഷും വേണം, എം ഡാഷും വേണം. നമ്മുടെ കയ്യിലുള്ളത് ഈ 2 പോയിന്റ് ഏതൊക്കെയാണ്? എ ഡാഷും ജി ഡാഷും. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടുന്ന് എ ഡാഷും ജി ഡാഷും ഉണ്ട്. അപ്പൊ ഞാൻ എ ഡാഷ് സി ഡാഷ് ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എ ഡാഷ് സി ഡാഷ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് എ ഡാഷിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് വരച്ചത് പിടി കിട്ടിയോ? ഈ ഡിസ്റ്റൻസ്, ബേസിലെ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് വരച്ചേക്കുന്നത് ആർക്ക്. മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് ഈ ആർക്ക് വരച്ചേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ദാണ്ട് ഇവിടെ ജി ഡാഷ് സി ഡാഷ് ഈ ലെങ്ത് എടുക്കണം. ഇവിടെ ഞാൻ വേറൊരു കളറിൽ വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ ലെങ്ത് എടുത്തിട്ട് ഈ ജി ഡാഷ് വെച്ചിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യണം. ഈ ആർക്കിന്റെ ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഡിസ്റ്റൻസ് കണ്ടോ? അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോ ഏത് പോയിന്റ് കിട്ടി? സി ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടി. മനസ്സിലായോ? അപ്പൊ സി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ എ ഡാഷും ജോയിൻ എ ഡാഷ് ആൻഡ് സി ഡാഷ്. ഇനി ഇതേപോലെ എം ഡാഷ് കണ്ടുപിടിക്കണം. എം ഡാഷ് ഇതേപോലെ തന്നെ നോക്കിയേ. എം ഡാഷ് ഇതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ എ ഡാഷ് എം ഡാഷ് ഈ ലെങ്ത് എടുക്കുക. എ ഡാഷ് എം ഡാഷ് ഈ ലെങ്ത് എടുത്തിട്ട് എ ഡാഷിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. അതായത് ഈ എം ഡാഷ് എ ഡാഷ് എന്ന് പറയുന്നതാണ് ഈ ആർക്ക്. മനസ്സിലായോ? ഈ ആർക്ക് മനസ്സിലായോ? ക്ലിയർ ആയി. ഇനി ഈ ആർക്കിനെ കട്ട് ചെയ്യണം. ആർക്കിനെ കട്ട് ചെയ്യാമെങ്കിൽ സി ഡാഷ് എം ഡാഷ് എടുക്കണം. വേറൊരു കളർ എടുത്താൽ അതായത് സി ഡാഷ് ഈ ലെങ്ത് സി ഡാഷ് എം ഡാഷ് ഈ ലെങ്ത് എടുത്തിട്ട് ഈ സി ഡാഷിൽ വെച്ചിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യണം. അപ്പൊ ഇത് ഈ ലെങ്ത് ആണ്. ഇത് കണ്ടോ? ഈ ആർക്ക്. മനസ്സിലായോ? അപ്പൊ ഇത് കിട്ടിയാ പിന്നെ എന്ത് ചെയ്താൽ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. സോ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിഗർ ആയി. ദെൻ നടുക്കത്തെ പോയിന്റ് കിട്ടും. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നെയിമിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ക്ലിയർ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇത്രയും ചെയ്തതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇല്ല സാർ, ക്ലിയർ ആയി.
ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ സസ്പെൻഡഡ് പൊസിഷൻ. ദിസ് ഈസ് ദ സസ്പെൻഡഡ് പൊസിഷൻ. സസ്പെൻഡഡ് പൊസിഷൻ. ദിസ് ഈസ് ദ സസ്പെൻഡഡ് പൊസിഷൻ. ഇപ്പൊ സസ്പെൻഡഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഏതാണ്? പോയിന്റ് ഓഫ് സസ്പെൻഷനും ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. This is the point of suspension. This is the point of suspension and this is the center of gravity point. Center of gravity. ഇത് രണ്ടോടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് വരച്ചിനി ബാക്കി ചെയ്യേണ്ടത് ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇതിനെ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുക, ഇന്റർസെക്ടിങ് പോയിന്റ്സ് കണ്ടുപിടിക്കുക, ഇന്റർസെക്ടിങ് പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഓക്കെ. എന്നിട്ട് മേളിൽ നോക്കുക. മേളിൽ നോക്കുമ്പോൾ ഈ സ്ക്വയർ കാണാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡാർക്കായിട്ട് വരച്ചു. അതേസമയം മേളിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഈ ഒബ്ജക്റ്റിനെ മേളിൽ നോക്കുമ്പോൾ ഈ അടിയിലത്തെ എഡ്ജ് MC ആണ്. എം സി എന്ന് പറയുന്ന എഡ്ജ് ഇൻവിസിബിൾ ആണ്. ഈ എഡ്ജ് ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ ഫ്രം ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവില് ഇൻവിസിബിൾ ആണ്. അതുകൊണ്ടാണ് എം സി എന്നുള്ള ഇവിടെ ഡോട്ടഡ് ലൈൻ കണ്ടോ? ഡോട്ട് ലൈൻ. അതേസമയം അത് ഇങ്ങ് M വരെയുണ്ട്. പക്ഷെ ഇവിടെ MA എന്നൊരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് നമ്മൾ മേളിൽ നോക്കുമ്പോൾ എന്താണ്? ഈ എഡ്ജ് ഏതാണ്? MA. ഈ എഡ്ജ് വിസിബിൾ ആണ്. വിസിബിൾ ഫ്രം ടോപ്പ് വ്യൂ ആണ്. മേളിൽ നോക്കുമ്പോൾ, മേളിൽ എന്ന് പറഞ്ഞാൽ ഈ ആരോ ഡയറക്ഷൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ വിസിബിൾ ആണ്. അപ്പൊ അതാണ് ഞാനിപ്പം സ്കീം മറ്റേ സിലബസ് കാണിച്ചപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇൻവിസിബിൾ എഡ്ജസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കായിരുന്നു? 2 മാർക്കാണ് അതിനുള്ളത്. 2 മാർക്ക്. അപ്പൊ ഈ ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടില്ലെങ്കിൽ എത്ര മാർക്ക് നഷ്ടപ്പെടും? 2 മാർക്ക് അവിടെ നഷ്ടമാകും. 2 മാർക്ക്. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ. ഇത് ക്ലിയർ ആണോ? ഇത് ഈ പ്രോബ്ലം ചോദിച്ചോ. അല്ല സാറേ, ഇതല്ലോ നമ്മൾ ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ വരയ്ക്കുന്നത്, ഇത് എനിക്ക് മാർക്ക് ചെയ്യുന്ന അറിയാം, പക്ഷെ ഇത് ഈ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ഓക്കെ. അതായത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അതായത് ഇവിടെ നോക്കിയാ പറഞ്ഞുതരാം. ഇപ്പം ആദ്യം പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് തൊട്ട് പറഞ്ഞുതരാം. നോക്കിയോ, വളരെ സിമ്പിൾ. ആദ്യം സ്ക്വയർ വരച്ചു. സ്ക്വയർ വരച്ചിട്ട് സ്ക്വയറിന് 4 കോർണർ ഉണ്ടല്ലോ, അതറിയാമല്ലോ ജസ്റ്റിന്? ഓക്കെ. അപ്പൊ 4 കോർണറിന് പേര് കൊടുക്കുക. അതുകൊണ്ട് ഇവിടെ A, B, C, D. 4 കോർണർ ക്ലിയർ ആണോ? A, B, C, D ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതിന്റെ നടുക്കാരുണ്ട്? മേളില് നോക്കി അപ്പെക്സ് എന്നൊരു പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടെ M എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. കണ്ടോ? ഇവിടെ ഇത് M. അതിന്റെ ബ്രാക്കറ്റിൽ O എന്നാണ് കൊടുത്തേക്കുന്നത്. O എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ ബേസിൽ ഒരു പോയിന്റ് ഉണ്ട്. M ബ്രാക്കറ്റിൽ O എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന്. ഇത് ടോപ്പ് വ്യൂ ആണ്. മേളിൽ നോക്കുമ്പോൾ M കാണാം, ഏത് കാണത്തില്ല? O കാണത്തില്ല. അതുകൊണ്ടാണ് M ബ്രാക്കറ്റിൽ O എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇവിടെ ക്ലിയർ ആയോ? താഴത്തെ നെയിമിങ് ക്ലിയർ ആയോ? ഇവിടുത്തെ സ്ക്വയർ ക്ലിയർ ആയോ? സംശയമുണ്ടോ? ഈ സ്ക്വയറിനെ നെയിം ചെയ്ത് ചോദിച്ച സംശയം ഉണ്ടെങ്കിൽ. ഹലോ ജസ്റ്റിൻ. അല്ല സാറേ, അപ്പം ആ B' D' ഉണ്ടല്ലോ. അല്ല, ഞാനിപ്പോ ടോപ്പ് വ്യൂ മാത്രമേ പറഞ്ഞുള്ളൂ. ടോപ്പ് വ്യൂ, അതായത് ടോപ്പ് വ്യൂവിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ ചോദിച്ചു. ടോപ്പ് വ്യൂ ഉണ്ടോ? ഇല്ല. ടോപ്പ് വ്യൂ നെയിമിംഗ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ. ക്ലിയർ ആണ്. ഇനി ഫ്രണ്ട് വ്യൂവിലോട്ട് വരാൻ പോവാണ്. ഇനി ഫ്രണ്ട് വ്യൂ. ഓക്കെ. ഫ്രണ്ട് വ്യൂവിലോട്ട് വരുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എപ്പോഴും നമ്മൾ നെയിമിങ് കൊടുക്കുമ്പോൾ, ഇപ്പം A ആണെങ്കിൽ Aയുടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ വിത്ത് ഡാഷ് കൊടുക്കണം. A'. ഓക്കെ. അപ്പൊ അത് എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ A ഉണ്ട്. ഇവിടെ ലെഫ്റ്റിൽ A ആണ്. ഇതിനെ നേരെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ യു വിൽ ഗെറ്റ് A'. ഇനി അങ്ങേ അറ്റത്ത് നോക്കി, അങ്ങേ അറ്റത്ത് C ആണ്. അപ്പൊ C നേരെ മേളിലോട്ട് പോകുമ്പോൾ എന്താ? ഇവിടെ C'. ഇനി നടുക്ക് ആരൊക്കെയാണ്? Bയും Dയും. B' ബ്രാക്കറ്റിലാണ് D' കൊടുത്തേക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ വരച്ചേക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ നമ്മൾ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏത് കാണാം? B കാണാം. പക്ഷെ ഏത് കാണത്തില്ല? D കാണത്തില്ല. അതുകൊണ്ടാണ് B' ബ്രാക്കറ്റിൽ D' കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി.
ക്ലിയർ ആയി. ഇനി ഇതിനെയാണ് നമ്മൾ ചരിക്കുന്നത്. ഇതിനെ ചരിക്കുമ്പോൾ ഈ എം ഡാഷ്, ഇതിനെ ചരിക്കുമ്പോൾ ഈ എം ഡാഷ് ഇവിടെ വരുമല്ലോ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അതുപോലെ ഈ ബേസ്, ഇതാണ് ബേസ്, ബേസ് ഇവിടെ വരും. ബേസിന്റെ ഇവിടെ എ ഡാഷ്, എ ഡാഷ് ഇവിടെ വന്നു. നടുക്കെന്തുവാണ്? ബി ഡാഷും കോമ ഡി ഡാഷ് വന്നു. ഇവിടെ സി ഡാഷ് വന്നു. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? ഓക്കെ. ഇനി ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ എ ഡാഷും ഇവിടുത്തെ എയും കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് A1. കണ്ടോ? ഇവിടുത്തെ എ ഡാഷും ഇവിടുത്തെ എയുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് A1. ഇവിടുത്തെ എം ഡാഷും ഇവിടുത്തെ എം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് M1. ദെൻ അടുത്തത് ഇവിടുത്തെ ബി ഡാഷും ഇവിടുത്തെ ബിയുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B1. ദെൻ ഇവിടുത്തെ സി ഡാഷും ഇവിടുത്തെ സിയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് C1. ദെൻ ഇവിടുത്തെ ഡി ഡാഷും ഇവിടുത്തെ ഡിയുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് D1. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം കിട്ടി. പോയിന്റ്സ് എല്ലാം കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ആദ്യം ഏറ്റവും പുറമെ ബൗണ്ടറി ഫുൾ അങ്ങ് ജോയിൻ ചെയ്യുക. ജോയിൻ ഓൾ ദി ഔട്ടർ പോയിന്റ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് നോക്കണം. മേളിൽ നിന്ന്, ടോപ്പിൽ നിന്ന് നോക്കണം. ടോപ്പ്, ഇത് ടോപ്പ് വ്യൂ ആണ്. ദിസ് ഈസ് മൈ ടോപ്പ് വ്യൂ. അപ്പം ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ മേളിൽ നോക്കണം. ഇതിന്റെ മേളിൽ നോക്കുമ്പോൾ ഈ അടിയിലത്തെ എഡ്ജാണ് ഇത്. ഇത് ബോട്ടം എഡ്ജ് ആണ്. മേളിൽ നോക്കുമ്പോൾ ദിസ് ഈസ് ദ ബോട്ടം എഡ്ജ്. ഈ ബോട്ടം എഡ്ജ് എന്താണ്? ഈ ബോട്ടം എഡ്ജ് ഇൻവിസിബിൾ ആണ്, കാണത്തില്ല. ബോട്ടം എഡ്ജ് ഇൻവിസിബിൾ. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടം വരെ ഡോട്ടഡ് ലൈനാണ്. ഇവിടം വരെ ഡോട്ടഡാ. പക്ഷെ അതിന്റെ മണ്ടയ്ക്ക് ആര് കിടപ്പുണ്ട്? MA കിടപ്പുണ്ട്. ഇതെന്താണ്? ഇത് വിസിബിൾ എഡ്ജാണ്. ഇത് വിസിബിൾ എഡ്ജാണ്. അതുകൊണ്ട് ഇവിടെ MA ഇവിടം വരെ എന്തായിരിക്കും? ഇവിടം വരെ ഡാർക്ക് ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടേ ഉള്ളൂ ഡോട്ടഡ് ലൈൻ. പിന്നെ മേളിൽ നോക്കുമ്പോൾ ഇത് ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ആണ്. ദിസ് ഈസ് സ്ക്വയർ. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു സ്ക്വയർ ആണ്. ആക്ച്വലി ഇത് സ്ക്വയർ ആണ്. ബേസ് ആണ്. ബേസ് അത് ഫുള്ള് നമുക്ക് മേളിൽ നോക്കുമ്പോൾ കാണാം. അതുകൊണ്ട് ഈ സ്ക്വയർ മൊത്തം എന്ത് ചെയ്യണം? അങ്ങ് ഡാർക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. കഴിഞ്ഞു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷെ ഇത് വരച്ച് നോക്കിയെങ്കിലേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. കേട്ടോ? ക്ലിയർ? ഓക്കെ, ശരി. അടുത്തൊരു സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം ആണ്. സെയിം, ഒരു ചെറിയ ഡയമെൻഷൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കി. എന്താ പറഞ്ഞത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ ക്വസ്റ്റ്യനിൽ. കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഉണ്ട്. ഓക്കെ. ഇവിടെ ഹൈറ്റിന് വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഹൈറ്റ് എത്ര ആയിരുന്നു? 60. ഇവിടെ 50 ആണ്. അപ്പൊ നമ്മള് സെന്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുമ്പോ എത്ര വരും? 50/4 വരും. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ദിസ് ഈസ് മൈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. This is my point of suspension and this is my center of gravity point. ഇത് രണ്ടോടെ കണക്ട് ചെയ്യുന്ന ലൈൻ HP മായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ബാക്കി പ്രോസസ് എല്ലാം സെയിം. ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുക, ദെൻ അവിടുന്ന് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, പിന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യുക, ദെൻ ഫൈനൽ വ്യൂ വരയ്ക്കുക. സിമ്പിൾ അല്ലേ ജസ്റ്റിൻ? ഓക്കെ, അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതുവരെ സോളിഡ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സോളിഡ്സില് 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നത്. 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ HP-യിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ VP-യിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയറിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സസ്പെൻഡഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സസ്പെൻഡഡ്.
ഓക്കെ, അപ്പൊ ഇതില് ഞാനാണെങ്കിൽ 2 ടൈപ്പ് പ്രോബ്ലംസ് ഞാൻ പഠിപ്പിച്ചു. അതായത് HPയിലെ പ്രോബ്ലം പഠിപ്പിച്ചു, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പെൻഡിങ് ഉള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ സസ്പെൻഡഡ്, പിന്നെ അതായത് സ്പേസിൽ നിൽക്കുന്ന പ്രോബ്ലംസ് ഞാൻ ഇന്ന് പറഞ്ഞു. ഇനി എനിക്ക് പെൻഡിങ് ഉള്ളത് ഇതാണ് പെൻഡിങ് ഉള്ളത്. ഏതാണ്? VP റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം. ഓക്കെ, അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും. അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം HPയുടെ പ്രോബ്ലംസും ജസ്റ്റിൻ ചെയ്യേണ്ടത് HPയുടെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക, സസ്പെൻഡഡ് സോളിഡിന്റെ പ്രോബ്ലംസും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തേ. ഇതിന്റെ ഫോട്ടോ എടുത്തോ. ഇതിന്റെ എടുത്തു. ഓക്കെ, അപ്പൊ ഇത് വരച്ച് നോക്കിക്കോണം കേട്ടോ. ഈ സസ്പെൻഡഡ് സോളിഡ് ഉണ്ടല്ലോ, അതിന്റെ ഈ സ്ക്വയർ പീരീഡ് മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ ഒന്നും ഇല്ലേ? ഏത് വേണമെങ്കിലും വരാം. ഒബ്ജക്റ്റുകൾ മാറും. ഒബ്ജക്റ്റുകൾ ഡിഫറെന്റ് ആയിട്ട് വരും. മനസ്സിലായോ? ഒബ്ജക്ട് ഡിഫറെന്റ് ആയിട്ട് വരും, പക്ഷെ കൺസെപ്റ്റ് എന്ത് തന്നെ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ? 90. ഈ ആംഗിൾ 90 ഡിഗ്രി തന്നെ കേട്ടോ. ഓക്കെ, പിന്നെ വരയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വരയ്ക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ വേണം ഇതിനെ വലത്തോട്ടാണോ ടിൽറ്റ് ചെയ്യുന്നത്, ഇടത്തോട്ടാണോ എന്നുള്ളത് നമ്മളാ ചിന്തിക്കേണ്ടത് കേട്ടോ. എപ്പോഴും നമ്മൾ നോർമലി റൈറ്റിലോട്ട് അങ്ങ് ചെയ്താൽ മതി, അപ്പൊ തെറ്റത്തില്ല. റൈറ്റിലോട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടെ എന്ത് വരണം? ഈ സൈഡിൽ എന്ത് വരണം? ഇവിടെ കോർണർ വരണം കേട്ടോ. ഇപ്പൊ സ്ക്വയർ വരച്ചപ്പോ കണ്ടില്ലേ? സ്ക്വയറിന്റെ കോർണർ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നത് കണ്ടില്ലേ? ഇപ്പൊ പെന്റഗൺ ആണെങ്കിൽ എങ്ങനെ വരും? പെന്റഗൺ ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. പെന്റഗൺ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരണം. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ കോർണർ വന്നാണ്ടോ? കണ്ടോ? മനസ്സിലായോ? ജസ്റ്റ് ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ എന്ന്. ഓക്കെ, അപ്പൊ ഹെക്സഗൺ ആണെങ്കിൽ എങ്ങനെ വരും? ഹെക്സഗൺ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഇപ്പൊ ഇവിടെ ലെഫ്റ്റില് കണ്ടോ കോർണർ വന്നാണ്ടോ? ഇവിടെ ലെഫ്റ്റില് പറഞ്ഞത് പിടികിട്ടിയോ? എനിക്ക് അറിയത്തില്ല, സംശയമാണെന്നൊന്നും അറിയത്തില്ല. സംശയം. അതായത് ഈ സ്ക്വയറിന്റെ കോർണർ ഇവിടെ വന്ന പോലെ നമ്മൾ ഹെക്സഗൺ വരയ്ക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റില് കോർണർ വരുന്ന രീതിയിൽ വരയ്ക്കണം. ലെഫ്റ്റില് കോർണർ വരണമെങ്കിൽ ഇങ്ങനെ വരച്ചാലേ പറ്റത്തുള്ളൂ. സിമിലർലി പെന്റഗൺ ആണെങ്കിലും ഇതേപോലെ തന്നെ വരയ്ക്കും. ഓക്കെ, ഇനി അതല്ല വേറൊരു ട്രയാങ്കുലർ ഇതാണെങ്കിലോ, ട്രയാങ്കുലർ പിരമിഡ് ആണെങ്കിലോ എങ്ങനെ വരും? ഇങ്ങനെ വരും. കണ്ടോ? ഇവിടെ ലെഫ്റ്റില് കണ്ടോ കോർണർ? കണ്ടോ? കിട്ടിയോ? ഇത്രേ ഉള്ളൂ, സിമ്പിളാ കൺസെപ്റ്റ്. നമ്മൾ ഒരു പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതുപോലെ എളുപ്പമാണ്, സിമിലറാ. ബാക്കിയെല്ലാം സെയിമാ. ബാക്കിയെല്ലാം മേളിലോട്ട് വന്ന് പിരമിഡ് വരച്ചു, ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടു. മനസ്സിലായോ ജസ്റ്റിൻ? മനസ്സിലായോ പറഞ്ഞു? ഹെക്സഗൺ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ തൂക്കിയാണ്. മനസ്സിലായോ ജസ്റ്റിൻ? ഇവിടെ കിട്ടിയോ? അതിങ്ങനെ കണ്ടോ? മനസ്സിലായോ ജസ്റ്റിൻ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? G' എത്രയാണ്? h/4. ഹൈറ്റ് എത്രയാണോ അതിന്റെ by 4 എടുത്താൽ മതി. പിന്നെ ഇത് സസ്പെൻഡഡ് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി. ഇവിടെ അത് തന്നെ. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഈ ഒബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും. അത്രേ ഉള്ളൂ. ബാക്കി കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളാലോ.
ഓക്കെ ശരി. അപ്പൊ ശരി ജസ്റ്റിൻ. ഓക്കെ. ഓക്കെ അപ്പൊ ഓക്കെ ശരി. ഓക്കെ ശരി സാർ.